സന്തോഷമുള്ള കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ശക്തമായ ദൈവത്തെ സ്തുതിച്ചാട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. രാജാതി രാജാവും കർത്താതി കർത്താവുമായ സർവശക്തനായ ദൈവത്തെ വളരെ മനോഹരമായ ഗാനങ്ങൾ പാടി ആരാധിക്കുവാനായിട്ട് കർത്താവ് നമ്മളെ സഹായിച്ചു. ഹൃദയം തുറന്ന് പാടി ആരാധിച്ച ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. മനസ്സ് ദിവസം ഏകാഗ്രമാക്കി ദൈവത്തോട് സംസാരിക്കുവാൻ കഴിഞ്ഞ ആഴ്ചക്കാലത്തെ ജീവിതത്തിൽ വന്ന എല്ലാ പോരായ്മകളും ദൈവത്തോട് ക്ഷമ ചോദിച്ചിട്ട് എല്ലാം മറന്ന് ദൈവത്തെ മാത്രം നനച്ച് ഏകാഗ്രമായി ഇരിക്കുന്നവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. ഇവിടെ വന്നിരുന്നിട്ട് മറ്റു കാര്യം ശ്രദ്ധിക്കുകയും മറ്റു പല ചിന്തകളിലിരിക്കുകയും മൊബൈലിൽ നോക്കിയിരിക്കുകയും അമ്മേ ഇവിടെ എന്താ നടക്കുന്നത് ശ്രദ്ധിക്കാൻ വന്നവർക്കൊന്നും പ്രാപിക്കാൻ പറ്റത്തില്ല. എനിക്കൊരു ദൈവത്തിന് ഒരു അനുഗ്രഹം പ്രാപിക്കണമെന്ന് ദൈവത്തിന് സ്തോത്രം. കൂടാരത്തിൻ്റെ വാതിക്കൽ ദൈവം മന്ന പൊഴിച്ചിട്ടിട്ടുണ്ട്. ആവാനാമൻ പെറുക്കണം. ഒരു കുടുംബത്തിനുണ്ട് ഒരാൾ പെറുക്കിയാൽ പോരാ, ആവാനാമാനുള്ളത് അവനവൻ പെറുക്കണം. സ്തോത്രം. ഒരാൾ കൂടുതൽ പെറുക്കിയത് കൊണ്ട് നിൻ്റേത് കുറഞ്ഞു പോകത്തില്ല. എല്ലാവർക്കും സമമായിട്ടാണ് ദൈവം തരുന്നത്. ഇടം കഴിയും മന്നാവിധം ദൈവം വെച്ചിട്ടുണ്ട്. എവിടെ? നിൻ്റെ കൂടാരത്തിൻ്റെ വാതുക്കൽ. കൈയടിച്ചിട്ട് സ്തോത്രം. നിൻ്റെ കൂടാരത്തിൻ്റെ വാതുക്കൽ. ആമേൻ. ദൈവത്തിൻ്റെ അനുഭവത്തിൻ്റെ മന്ന നിൻ്റെ കൂടാരത്തിൻ്റെ വാതുക്കളുണ്ട്. നീ നടന്നൊന്നും പോകണ്ട, നീ ബുദ്ധിമുട്ടണ്ട, ടെൻഷൻ പിടിക്കണ്ട. നീ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയാൽ മതി. ആൻറ്റി വെളിയിൽ കിടപ്പുണ്ട്, നിൻ്റെ മുറ്റത്ത് കിടപ്പുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ജയം. നിനക്ക് കൈയെത്താവുന്ന ദൂരത്തിൽ ദൈവം തന്നിട്ടുണ്ട്. കൈയെത്താവുന്ന ദൂരത്തിൽ ദൈവം തന്നിട്ട് പെറുക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിന്നെപ്പോലെ ഹതഭാഗ്യൻ വേറെ ആരുമില്ല. നിന്നെപ്പോലെ ഹതഭാഗ്യ ആരുമില്ല. നിന്റെ കൂടാരത്തിൻ്റെ വാതിക്കൽ ഇന്ന് പകൽ പൊഴിച്ചു വന്നിട്ടുണ്ട്. 1-2 പേർക്കാണോ പ്രിയമുള്ളവരെ? ഏകദേശം 30 ലക്ഷം പേർക്ക്, 30 ലക്ഷം പേർക്കുള്ള സ്റ്റോറേജ് ഹൗസ് എൻ്റെ സ്വർഗത്തിൻ്റെ കിളിവാതിൽ ദൈവം തുറന്നു. കിളിവാതിൽ തുറന്നാൽ ഒറ്റ സെക്കൻഡിനോട് 30 ലക്ഷം പേർക്ക് നിറയ്ക്കാൻ കഴിയുമെങ്കിൽ നിന്നെ, നിൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം, നിൻ്റെ കുടുംബത്തിൻ്റെ കാര്യം നടത്താൻ എൻ്റെ ദൈവത്തിന് കഴിയത്തില്ലേ? ഇന്ന് പകൽ നീ കടന്ന് വിശ്വസിക്കണം, കടന്ന് വിശ്വസിക്കണം, കടന്ന് വിശ്വസിക്കണം. നിറച്ചയക്കാൻ ദൈവത്തിന് കഴിയും. പാസ്റ്ററെ മന്നായൊക്കെ വീണ്ടും ബാധക്കെ കിട്ടും, പക്ഷേ ഇറച്ചി കിട്ടുമോ? ഇറച്ചി കിട്ടുമോ? എന്നാ പിന്നെ ദൈവം സ്വർഗത്തിൽ തന്നെ പറയാം. സ്വർഗത്തിൽ ഇറച്ചിയുണ്ടോ ദൈവത്തിന് തരാനായിട്ട്? അത് ദൈവം തരുമോ? അത് തരാൻ പോകുന്നില്ല. ഞങ്ങളുടെ പണ്ട് ഇറച്ചിക്കലങ്ങളുടെ പല ആളുകളും വിശ്വാസി വന്നിട്ട് പണ്ടത്തെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുക. പണ്ട് ഞങ്ങൾക്ക് ഇറച്ചിക്കലം ഉണ്ടായിരുന്നു, പണ്ട് ഞങ്ങൾക്ക് ആമേൻ പല വെജിറ്റബിൾസ് ഇവിടെ കിട്ടുമായിരുന്നു. മിസ്രൈമിലെ വെജിറ്റബിൾസിൻ്റെ രുചിയാണ് ഇപ്പോഴും വായിലിരിക്കുന്നത്. മന്ന കിട്ടിയിട്ടും പഴയ ചിന്തകളാണ്. ദൈവം പറഞ്ഞ് മോശെ നിന്നെ അല്ല അവരെ കളിയാക്കിയത്, എന്നെയാണ് കളിയാക്കിയത്. എന്നെ അവർ കളിയാക്കിയത്, നിന്നെ അല്ല കളിയാക്കിയത്. ഞാൻ എൻ്റെ പറഞ്ഞിട്ടില്ല നീ ഇറങ്ങിയത്. എന്നെ അവർ കളിയാക്കി. എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഒരു വീട്ടിൽ 4 ഗസ്റ്റ് വന്നാൽ അവർക്ക് ചിക്കൻ മേടിച്ച് ആഹാരം ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് എന്നാ പണിയാണ്? അതിന് നമ്മൾ എന്തും 60 പേരുള്ള പ്രാർത്ഥന വീട്ടിൽ നടത്താൻ നമ്മൾ 2 മാസമായിട്ട് കാൽക്കുലേഷനാണ്. എന്തെല്ലാം ചെയ്യണം, എവിടെയാണ് ഓർഡർ കൊടുക്കേണ്ടത്, എങ്ങനെയൊക്കെ ചെയ്യണം, നമുക്ക് ടെൻഷനാണ്. പക്ഷെ ദൈവത്തിന് യാതൊരു ടെൻഷനും ഇല്ല. 1-2 പേരല്ല, 30 ലക്ഷം പേർക്ക് ഇറച്ചി കൊടുക്കാൻ ദൈവത്തിൻ്റെ പദ്ധതി നമ്മുടെ ബുദ്ധിക്കപ്പുറത്താണ്, നമ്മുടെ ചിന്തയ്ക്കപ്പുറത്താണ്. ദൈവത്തിൻ്റെ വചനം എന്താ പറയുന്നത്? കടലിൻ്റെ ആഴങ്ങളിലുള്ള ലവ്യാധാൻ്റെ തല തകർത്തിട്ട് അതിനെ ഓട്ടോമാറ്റിക്കായിട്ട് കാടയാക്കി മാറ്റി ദൈവം. മനസ്സിലാകുന്നുണ്ടോ? ആമേൻ. മത്സ്യവും കാടയും കൂടെ ഒരുമിച്ച് ചേർന്നിരിക്കുക. മഹാമത്സ്യത്തെ കൺവേർട്ട് ചെയ്ത് അത് കാടയാക്കിയപ്പോൾ കാടയ്ക്കകത്ത് മത്സ്യമുണ്ട്, ഇറച്ചിയുണ്ട്. രണ്ടും കൂടെ ദൈവം ഒരുമിച്ചാക്കിയിട്ട് ആമേൻ 50 അടി 100 അടി പൊക്കത്തിൽ കാട നിർത്തുകയല്ല, 2.5 അടി 3 അടി പൊക്കത്തിൽ കാടയെ നിർത്തിയിട്ട് പറയാം പിടിച്ചോ 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 എന്ന് പറഞ്ഞാൽ 5 വയസ്സുള്ള കുഞ്ഞിനും ചാടിപ്പിടിക്കത്തക്കവണ്ണം
കൂടാരത്തിൻ്റെ വാതിക്കൽ ദൈവം കാടയെ കൊണ്ട് നിറച്ചു. സ്തോത്രം പറയാനുള്ളവർ മാത്രം സ്തോത്രം പറഞ്ഞാൽ മതി. 5 വയസ്സുള്ള കുഞ്ഞിനും പിടിക്കത്തക്കവണ്ണം കാടയെ കൊണ്ട് ദൈവം പാളയം മൂടി. ബൈബിൾ പറയുന്നു കാട കൊണ്ട്. മക്കളെ കയറി അകത്ത് സ്ഥലമുണ്ട്, ഫ്രണ്ടിലോട്ട് വന്നിരുന്നാട്ട്. ദൈവത്തിന് സ്തോത്രം. കാട കൊണ്ട് ദൈവം നിറച്ചു. ദൈവത്തിന് സ്തോത്രം. ബൈബിളിൽ പറയുന്നത് ഇങ്ങനെയാണ്, കാട വന്ന് പാളയത്തെ മൂടിയപ്പോൾ പാളയം ഇരുണ്ടുപോയെന്നാ. നന്മകൾ വന്ന് നിറയുമ്പോൾ നിന്റെ പാളയത്തെ ഇരുട്ടാൻ ദൈവത്തിന് കഴിയും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പലക്കാലം ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുന്നു, നീ നിന്റെ തലമുറയെക്കുറിച്ചും നിന്റെ കുടുംബത്തെക്കുറിച്ചും ചിന്തിക്കുന്നതിനേക്കാൾ 1000 മടങ്ങ് നിന്നെ ജയോത്സവമായി നടത്താൻ ദൈവം എവിടെയൊക്കെ ചിലതിനെ കരുതിയിട്ടുണ്ട്. ചില ലിവ്യാഥാനെ കരുതിയിട്ടുണ്ട്, ചില കാടകളെ കൺവേർട്ടാക്കിയിട്ടുണ്ട്. അത് പറന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇതിന് കൂടാരത്തിൽ വരാൻ സമയമായി. ഇന്ന് പകൽ അതിനെ റിസീവ് ചെയ്യുവാൻ, അതിനെ സ്വീകരിക്കുവാൻ അഭിഷേകത്തോടെ ദൈവത്തിൽ നിൽക്കുന്ന ദൈവമക്കൾ കരങ്ങൾ അടിച്ചൊരു സ്തോത്രം പറ. എൻ്റെ ദൈവമേ, ഭൗതികമായ നന്മകൾ മാത്രമല്ല ആത്മീയമായ നന്മകളും എൻ്റെ ജീവിതത്തിൽ തരണമേ എന്ന് ഇന്ന് മകൾ അഭിഷേകത്തോടെ പ്രാർത്ഥിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. അഭിഷേകം പ്രാപിച്ചവരെല്ലാം ഇന്ന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കണം. ആമേൻ. ഒരു ഇരുമ്പ് ആയുധം ഉലയിൽ വെക്കുമ്പോൾ ആമേൻ, ആ കൊല്ലൻ എപ്പോഴാണ് അത് അടിക്കുന്നറിയാമോ? ആ ഇരുമ്പിൻ്റെ കളറ് മാറുമ്പോഴാണ്. കറുത്ത ഇരുമ്പ് ആ ആലയിൽ വെക്കുമ്പോൾ, ആ കനലിൻ്റെ അകത്ത് വെക്കുമ്പോൾ കുറച്ചു കഴിയുമ്പോൾ കറുത്തിരുന്ന ഇരുമ്പ് തീയുടെ നിറമായി മാറും. കണ്ടിട്ടുണ്ടോ നിങ്ങൾ? തീയുടെ നിറമായി മാറും. ഈ ഇരുമ്പ് ഏതാ, കനലേതാ, തീ ഏതാന്നറിയാൻ വയ്യാത്തൊരവസ്ഥയുണ്ടാകും. അത് കാണുമ്പോൾ ഇടയനറിയാം, ആ കൊല്ലനറിയാം ഇത് പരുവമായെന്ന്. അതെടുത്തിട്ട് അതിൻ്റെ പുറത്തല്പം വെള്ളം തളിച്ചിട്ട് ആമേൻ അവത്തേൻ്റെ കൂടം കൊണ്ട് ആഞ്ഞൊടിക്കും. അപ്പോഴാണ് അതിന് മൂർച്ച കൂടുന്നത്. അഭിഷേകത്തിൻ്റെ തീ നിൻ്റെ മേൽ വരുമ്പോൾ, സ്വർഗത്തിലെ തീയോടെ ഇറങ്ങുമ്പോൾ, ദൈവത്തിൻ്റെ പ്രവൃത്തി അതിൻ്റെ മേലിൽ വന്ന് നിന്നെ മൂർച്ചയുള്ള ആയുധമാക്കി മാറ്റാൻ ഇന്ന് പകൽ യേശുവിൻ്റെ അഭിഷേകത്തിൻ്റെ ശക്തി ഈ ആലയത്തിൽ വ്യാപരിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ആമേൻ അല്പസമയം കൈയൊന്ന് അടിച്ച് ദൈവത്തെ സ്തുതിച്ചു. പ്രസംഗിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് അല്പസമയം ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. നീ തീയായി മാറണം. നീ തീയായി മാറണം. നീ തീയായി മാറണം. നിന്റെ ഇരുനിറം മാറണം. നിന്റെ കളറ് മാറണം. ഇന്ന് വാക്കാലം നിന്നെ ചേഞ്ച് ആക്കാൻ പോവുകയാണ്. നിന്നെ രൂപാന്തരപ്പെടുത്താൻ പോവുകയാണ്. ചതഞ്ഞ ഓടെ ഒടിക്കാത്തവൻ, പുകയുന്ന തിരിയെ കെടുത്താത്തവൻ, വിലാപങ്ങൾ നൃത്തമാക്കുന്ന വിടുതൽ ദൈവം. മതി മറന്ന് ആരാധിക്കണം. ഇടത്തും വർത്തിമിരിക്കുന്ന ആൾ കൈ അടിച്ചോ, നീ നോക്കണ്ട. ആരെല്ലാം സ്തോത്രമായി നീ നോക്കണ്ട. നീ വന്ന രാജാവിനെ ആരാധിക്കാനാ. മഹത്വത്തിന് യോഗ്യനായ, സ്തോത്രത്തിന് യോഗ്യനായ ദൈവം. ആരും കൈ പൂട്ടിയിരിക്കല്ലേ. കൈ തന്നത് അടിക്കാനാ. 10 കമ്പിയുള്ള വീണയാണിത്. അത് അടിച്ചു പാടാനാ, അടിച്ച് സ്തോത്രം പറയാനാ. നിന്റെ കൈയുടെ കെട്ടഴിയണം, നാവിന്റെ കെട്ടുകൾ പൊട്ടണം. പാരമ്പര്യ പോരുകൾ ഇന്ന് പേർക്കാനോ സ്റ്റേജ് തൊട്ട് അങ്ങേ പുറകിലെ അങ്ങേ അറ്റം വരെ ഇന്ന് പേർക്കാനും വ്യാപരിക്കണം. അല്പസമയം ആരാധിച്ച കുഴപ്പമില്ല. വചനം കേൾക്കുന്നതിന് മുമ്പ് ആരാധിച്ച നീ ചുമക്കട്ടെ, നീ തീയായി മാറട്ടെ. ഇത്രയും പറഞ്ഞിട്ടും ആരാധിക്കാത്തവരുണ്ട്. നിങ്ങൾ എന്തിനായി യോത്തിന് വന്നത്? ഇവിടെ ആരെ കാണാനാ വന്നത്? ഇന്ന് നീ മതി വന്ന് ദൈവത്തെ ആരാധിക്കണം. മാനത്ത് മുൻകച്ച് കെട്ടിയവനായി, വെള്ളോട് സൽസമയ കാലുകളുള്ളവനായി, അഗ്നിജ്വാലകത്ത് കണ്ണുകളുള്ള സർവശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകൽ ഇവിടെ നടമാടിക്കൊണ്ടിരിക്കുകയാണ്. ഓ ലോർഡ്, താങ്ക് യു ലോർഡ്. യേശുവിന്റെ നാമത്തിൽ
ചില കർത്താവിനെ ആത്മാവ് തൊട്ടുകൊണ്ടിരിക്കുക, ചില ആന്തരിക സൗഖ്യം ദൈവം ചെയ്തുകൊണ്ടിരിക്കുക. ഒരു ഹോസ്പിറ്റലിൽ ചെന്നാൽ പല വാർഡുകളും പല മുറികളും പല ഡോക്ടർമാരുമുണ്ട്. ഒരിടത്ത് എല്ലാം നടക്കത്തില്ല, പലയിടത്ത് പലതാണ് നടക്കുന്നത്. സ്കാനിങ് ഉണ്ട്, എക്സ്റേ ഉണ്ട്, റേഡിയേഷൻ ഉണ്ട്, കീമോതെറാപ്പി ഉണ്ട്. ദൈവത്തിന് സ്തോത്രം, വിവിധ ഡോക്ടർമാരുണ്ട്. ഈ ആശുപത്രിയിൽ പ്രത്യേകത ഒറ്റ ഡോക്ടറേ ഉള്ളൂ. കണ്ണിന് ഡോക്ടർ, ചെവിക്കിന് ഡോക്ടർ, മൂക്കിന് ഡോക്ടർ, പല്ലിന് ഡോക്ടർ, ചെസ്റ്റിന് ഡോക്ടർ ഇല്ല. ഒറ്റ ഡോക്ടറേ ഉള്ളൂ. ആ ഡോക്ടറെ പേര് പറയാ, ഡോക്ടർ ജീസസ്. ഡോക്ടർ ജീസസ്. അപ്പോയിൻമെന്റ് വേണ്ട, വിളിച്ചു പറയണ്ട, 5 പൈസ കൊടുക്കണ്ട, രാവിലെ പോയിട്ട് 5 വരെ നോക്കിയിരിക്കണ്ട. ഡോക്ടർ 24 hours റെഡി. സ്തോത്രം. ഇത്ര വലിയ ഡോക്ടറെ എവിടെ നിന്ന് കിട്ടും? ആമേൻ. ഒരു ഡോക്ടർക്ക് ഒരു ദിവസം കൂടി വന്ന 200 പേരെ കൺസൾട്ട് ചെയ്യാനൊക്കത്തുള്ളൂ. നമ്മുടെ ഡോക്ടറൊക്കെ ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരെ ഒരുപോലെ കൺസൾട്ട് ചെയ്യാൻ അധികാരമുള്ള ഒറ്റ ഡോക്ടറേ ഉള്ളൂ. ആ ഡോക്ടറാണ് യേശു ക്രിസ്തു. കൈയടിച്ച് ഉറക്കെ സ്തോത്രം പറഞ്ഞു, എൻ്റെ കർത്താവിനെ ദൈവത്തിന് സ്തോത്രം. ചെക്കപ്പിന് ഓരോ മുറിയിലും പോകണ്ട, ഓരോ മിഷനിലും കയറി ഇറങ്ങണ്ട. നീ ചെല്ലുമ്പോഴേ, നീ ദൂരത്ത് നിൽക്കുമ്പോഴേ ആ സ്കാനിങ് മെഷീൻ ഓണാകും. ഇവിടുത്തെ ഡോക്ടർമാർക്ക് നമ്മുടെ ഹൃദയത്തിലെ കാര്യം അറിയത്തില്ല, നമ്മുടെ ശരീരത്തിലെ കാര്യം അറിയത്തുള്ളൂ. പക്ഷെ നമ്മുടെ ഡോക്ടറുടെ പ്രത്യേകത, നീ ചെല്ലുമ്പോഴേ നിന്റെ ഹൃദയത്തിലെ കാര്യം പറയും. 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവനോ ഭർത്താവല്ലെന്ന് പറയാൻ അധികാരമുള്ള ഒറ്റ ആളേ ഉള്ളൂ, നമ്മുടെ കർത്താവ് മാത്രമാണ്. സ്തോത്രം, സ്തോത്രം. എല്ലാം പിടി കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? വിശദമായി പറയാൻ നമുക്ക് സമയമില്ല. ദൈവത്തിനൊരു സ്തോത്രം. ഇന്ന് വർക്കാലം അവിടെ വന്നാൽ എല്ലാത്തിനും ട്രീറ്റ്മെൻ്റ് ഉണ്ട്. എല്ലാ കേസും ഒരുപോലെ എടുക്കും. ഇനി ഞാൻ നിങ്ങളുടെ ആത്മാവിൻ്റെ കാര്യം പറയാം. കർത്താവ് ഒറ്റ വാക്ക് കൽപ്പിച്ചാൽ, ഒന്ന് തൊട്ടാൽ, ഈ നാളുകളായി പ്രാർത്ഥിക്കുന്ന, നാളുകളായി മരുന്ന് കഴിക്കുന്ന, നാളുകളായി രോഗം വന്ന് നിന്നെ കെട്ടിവച്ചിരിക്കുന്ന ആ മേൻ അക്കെട്ടിന്നടിയും. കാലിലെ നഖം മുതൽ തലിമുടി വരെ വ്യാപരിക്കുന്ന ഒരഭിഷേകത്തിൻ്റെ ശക്തി ഇന്ന് പകൽ ഈ ആലയത്തെ തിരിച്ചറിയണം. ഇത് പ്രയർ സെന്റർ മാത്രമല്ല, ഇത് മിറക്കിൾ സെന്ററാണ്. മിറക്കിൾ സെന്റർ മാത്രമല്ല, ഇത് അനോയിന്റിംഗ് സെന്റർ ആണ്. അനോയിന്റിംഗ് സെന്റർ മാത്രമല്ല, ഇത് പവർഫുൾ സെന്റർ ആണ്. സ്തോത്ര, സ്തോത്ര. ചിലർക്ക് ദൈവം സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ, നിങ്ങളത് അറിയുന്നില്ല. റീബലബോട് കമ്പലബോട് ജാലബലക്ഷ സത്തലതാല കമ്പലബോടി ജാലക്കാല റപ്പപ്പാപ റീബൽക്കാല റൗഡോലട്ട ഓ റബാഷ. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. എല്ലാവരും സ്തോത്രത്തിൽ ജാഗ്രതയോടെ. എനിക്കറിയത്തില്ല, വചനത്തോട് കയറാൻ ഒക്കാതെ വണ്ണം പരിശുദ്ധമായൊരു ഗൈഡൻസ് ഉണ്ട്. സ്തോത്രം, സ്തോത്രം. ചില കണ്ണീൻ്റെ കെട്ട് കർത്താവ് അഴിക്കുകയാണിത്. സ്തോത്രം, 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 സ്തോത്രം. ഓ യേശുവിൻ്റെ നാമത്തിൽ കണ്ണീൻ്റെ കെട്ട് കർത്താവ് അഴിക്കുക. കാഴ്ച നശിപ്പിച്ച് നിന്നെ തട്ടി താഴെയിട്ട് അസ്ഥികളെ ഒടിച്ച് നിന്നെ കടപ്പിലാക്കാൻ നോക്കുന്ന ചില പോരുകൾ
റീബല ബൗഡബലക്ഷ സമ്പലാദിലാദല റൗഡീദല രക്ഷ സമ്പൽ ഖലാദല റൗഡീദല രക്ഷ. ചെസ്റ്റുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ അഭിനയത്തിലൂടെ വന്നിട്ടുണ്ട്. ചെസ്റ്റിന് തന്നെ ഡോക്ടേഴ്സ് ഉണ്ട് കേട്ടോ. പക്ഷെ ഇന്ന് നിന്റെ ചെസ്റ്റിൻ്റെ എക്സ്റേ എടുത്തൊരു കർത്താവ് വന്നിട്ടുണ്ട്. ആ ആണിപ്പഴുതുള്ള കരം നിന്റെ നെഞ്ചത്ത് ഇപ്പോൾ കർത്താവ് വെച്ചിരിക്കുകയാണ്. നീ അത് ആത്മാവിൽ തിരിച്ചറിയണം. ഇതുപോലെ ആത്മാവിൽ തിരിച്ചറിയണം. ചെസ്റ്റ് മുതൽ ഉദരം വരെ വ്യാപരിക്കുന്ന കെട്ട് കർത്താവിൻ്റെ നാമത്തിൽ നിന്ന് അഴിക്കണം, 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 അഴിക്കണം. ഇന്ന് വൽക്കാലം അഴിക്കണം. ഉദരത്തിന്മേൽ വ്യാപരിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ ജയം. മതി മറന്ന് ആരാധിക്കും. മതി നമ്മുടെ ഉത്സവമായിരുന്നു. നമുക്ക് വെടിക്കെട്ടില്ല, നമുക്ക് റാസായില്ല, നമുക്ക് പെരുന്നാളില്ല, ആമേ, നമുക്ക് പെസഹ ഇല്ല, ആമേ, നമുക്ക് ഈസ്റ്റർ ഇല്ല, നമുക്ക് ക്രിസ്മസ് ഇല്ല. നമ്മുടെ ക്രിസ്മസാ ഇന്ന് പകൽക്കാലം. ആഴ്ചപ്പെടുന്നത് 1-ാം നാൾ അവർ അപ്പം നുറുക്കം കൂടി വന്നത് അത്ഭുതങ്ങളും അടയാളങ്ങളും അവർ പ്രാപിച്ച ദിവസമാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് കർത്താവദാസൻ പാസ്റ്റർ ബോസം കുറുവിള ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിലെ പാസ്റ്റർ ഇവിടെ ഉണ്ടായിരുന്നു. ഇത് ബൈ ചാൻസ് വന്നാണ്. അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ സമയം കൊടുത്തപ്പോൾ അതൊരു കാര്യം പറഞ്ഞു. ഇവിടെ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ സമാപന ദിവസം എണ്ണപൂശി പ്രാർത്ഥിക്കാനായിട്ട് ദേവദാസന്മാർ മുമ്പോട്ട് വരാൻ പറഞ്ഞു. ആ കൂട്ടത്തിൽ അദ്ദേഹവും എണ്ണപൂശി പ്രാർത്ഥിക്കാൻ മുമ്പോട്ട് വന്നു. അദ്ദേഹം ഒത്തിരി പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അദ്ദേഹം ഇന്നലെ പറഞ്ഞ സാക്ഷി കേൾക്കണോ? നാളുകളായി തൻ്റെ കൈ അനക്കാൻ വയ്യാതിരിക്കുമായിരുന്നു. എണ്ണ പൂശി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ആരും എണ്ണ പൂശിയില്ല. അദ്ദേഹം പലർക്ക് വേണ്ടി എണ്ണ പൂശി പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈയുടെ കെട്ട് കർത്താവ് വായിച്ച് കർത്താവ് അത്ഭുതകരമായി സൗഖ്യമൊക്കെ കൈയടിച്ച് സ്വതന്ത്രം പറയാൻ പറഞ്ഞു. ആമേൻ, നിൻ്റെ മേലെ ആരും എണ്ണ പൂശണ്ട, നീ അങ്ങോട്ട് പൂശുമ്പോൾ ഇങ്ങോട്ട് പൂശുന്നൊരു ദൈവമുണ്ട്. ഓ, ശക്തിയോട് ആരാധിച്ച് ദൈവമക്കൾ സ്വതന്ത്രം പറഞ്ഞാട്ടെ. ഇങ്ങനെ പറഞ്ഞു പോയ സമയങ്ങൾ ഒത്തിരി അങ്ങ് പോകും. ഞാനിന്ന് ഭജനത്തിൽ അല്പം പറയണമല്ലോ. നമ്മൾ കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി അകത്തെ മനുഷ്യൻ പുറത്തെ മനുഷ്യൻ്റെ വിഷയത്തെക്കുറിച്ച് സംസാരിച്ച് വരികയാണ്. അത് സംസാരിച്ച് വന്നപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചത് ദൈവത്തിൻ്റെ പ്രത്യേക നിയോഗപ്രകാരം ദൈവം തിരഞ്ഞെടുത്ത ഭക്തന്മാർ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമുണ്ട്. അവരിൽ പലരും ജീവിതത്തിൻ്റെ ആദ്യം സന്തോഷത്തോടെ പ്രവേശിക്കുന്ന അവസാനം വന്നപ്പോൾ അവർ പരാജയപ്പെട്ടു പോയി. ആദ്യത്തേക്കാൾ അന്ത്യം നന്നായിരിക്കണമെന്നുള്ളതാണ് നമ്മൾ സംസാരിച്ച് വന്നിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞത് ശിംശോൻ്റെ കാര്യമായിരുന്നു. ശിംശോൻ്റെ ജീവിതത്തിൻ്റെ ആരംഭം വളരെ ഭംഗിയായിരുന്നു. പക്ഷേ അവസാനം വന്നപ്പോൾ ട്രാജഡിയായിപ്പോയി. അവനെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ദൂതം പ്രത്യക്ഷപ്പെട്ട് അവനെ ഭൂമിയിലേക്ക് അയച്ചതാണ്. നാസർ വധസ്ഥനായിട്ട് അയച്ചതാണ്. പക്ഷെ അവൻ ഒത്തിരി ദൈവത്തിന് വേണ്ടി ചെയ്തു. പക്ഷെ ഒടുവിൽ വന്നപ്പോൾ അവൻ്റെ ജീവിതം പരാജയപ്പെട്ടു പോയി. അവൻ്റെ അഭിഷേകത്തിൻ്റെ രഹസ്യം ദലീലയോട് പറഞ്ഞ് അവൻ പരാജയപ്പെടുവാനിടയായി തീർന്നു എന്നുള്ള കാര്യം നമുക്ക് പഠിക്കാനിടയായി തീർന്നു. അപ്പോൾ ആദ്യ ഭംഗിയായി തുടങ്ങി അവസാനം വന്നപ്പോൾ പരാജയപ്പെട്ടു പോയി. എന്നാൽ ആദ്യവും അവസാനവും വിജയിച്ചൊരു മനുഷ്യൻ്റെ കാര്യമാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ ചിന്തിച്ചത്. അത് യോഹന്നാൻ സ്നാപകനാണ്. അവനും ഇതുപോലെ അപ്പന് ദൂതം വെളിപ്പെട്ട് ജനിച്ച ഒരു മകനാണ്. പക്ഷെ ദൈവം അവനെക്കുറിച്ച് എന്ത് ഉദ്ദേശിച്ചോ അതേ ക്രമത്തിൽ അവൻ ജീവിക്കാൻ അറിയാത്തിരുന്നത് മാത്രമല്ല, ഏറ്റവും അവസാനം ദൈവം ഉദ്ദേശിച്ച പാത എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നു, അവൻ്റെ വഴിയൊരുക്കാൻ, യേശുക്രിസ്തുവിനെ വഴിയൊരുക്കാൻ വന്ന യോഹന്നാൻ ആ ദൗത്യം പൂർത്തീകരിച്ചു എന്ന് മാത്രമല്ല, അവൻ ഏറ്റവും രക്തസാക്ഷിയായിട്ട് മരിക്കാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ ആദ്യം അവസാനവും നന്നായിരുന്നു. ഇന്ന് നിങ്ങളോട് സംസാരിപ്പാൻ പരിശുദ്ധമാവ് എൻ്റെ മനസ്സിൽ തന്നിക്കുന്ന പ്രേരണ ശലോമോനെക്കുറിച്ച് സംസാരിക്കാനായിട്ടാണ്. ശലോമോനെക്കുറിച്ച് ചില ആഴ്ചകൾ ചിലപ്പോൾ അത് സംസാരിക്കേണ്ടി വരും. എങ്കിലും ഞാൻ എൻ്റെ ആരംഭം ഇന്ന് പലക്കാലം പറഞ്ഞു വെച്ചിട്ട് അടുത്ത ദിവസങ്ങളിൽ അത് തുടരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആധാരമായി ഉത്തമഗീതം 1-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. സോങ്സ് ഓഫ് സോങ് ചാപ്റ്റർ 1 വേഴ്സ് 6. ഉത്തമഗീതം 1-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം.
എനിക്ക് ഇരുൾ നിറം പറ്റിയിരിക്കാലും ഞാൻ വെയിൽ കൊണ്ട് കറുത്തിരിക്കാലും എന്നെ തുറിച്ചു നോക്കരുത്. എൻ്റെ അമ്മയുടെ പുത്രന്മാർ എന്നോട് കോപിച്ചു, എന്നെ മുന്തിരിത്തോട്ടങ്ങൾക്ക് കാവലാക്കി. എന്നെ മുന്തിരിത്തോട്ടങ്ങൾക്ക് കാവലാക്കി. എല്ലാവരും പറഞ്ഞ് എന്നെ ശബ്ദം പറയും. എന്നെ, ഞാൻ പറയുന്നത് പറയണേ, എന്നെ മുന്തിരിത്തോട്ടങ്ങൾക്ക് കാവലാക്കി. അടുത്തത്, എൻ്റെ സ്വന്തം മുന്തിരിത്തോട്ടം, എൻ്റെ സ്വന്തം മുന്തിരിത്തോട്ടം ഞാൻ കാത്തിട്ടില്ലതാനും. ഞാൻ കാത്തിട്ടില്ലതാനും. പറഞ്ഞേ, എൻ്റെ സ്വന്തം മുന്തിരിത്തോട്ടം. ഒക്കുന്നില്ല പറഞ്ഞിട്ട്, എൻ്റെ സ്വന്തം മുന്തിരിത്തോട്ടം കാക്കുന്നില്ലതാനും. ഞാൻ കാണാൻ പഠിക്കണേ. ഇനി 2-3 ആഴ്ച ഈ വചനത്തിൽ നിന്നാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്നെ അനേക തോട്ടങ്ങൾക്ക് കാവലാക്കി, പക്ഷേ എൻ്റെ സ്വന്തം തോട്ടം കാക്കാൻ പറ. ഇനി ഇതിനെ കണ്ണടയ്ക്കാൻ തുടങ്ങി. ഇത്ര നേരം വരെ കുഴപ്പമില്ലായിരുന്നു. ശ്രദ്ധിച്ചിരിക്കണം. അനേക തോട്ടങ്ങൾക്ക് കാവലാക്കി, എൻ്റെ സ്വന്തം തോട്ടം ഞാൻ എന്ത് ചെയ്തില്ല? കാത്തില്ല. ഓൺലൈനിൽ കൂടി ഞങ്ങളെ കേൾക്കുന്ന ധാരാളം പേരുണ്ട്. നിങ്ങൾക്ക് പ്രത്യേകമായ വന്ദനം ഈ ശുശ്രൂഷയിലേക്ക് നൽകുന്നു. കഴിഞ്ഞ ദിവസം ഗിൽഗാൽ ആശ്വാസ ഭവനിൽ നിന്ന് വിസിറ്റ് ചെയ്യാൻ പോയ എൻ്റെ ഒരു സഹോദരൻ പോട്ടു എന്ന് പറഞ്ഞു. അവിടെ കിടപ്പ് രോഗിയായിട്ടിരിക്കുന്ന ഒരു സഹോദരൻ നമ്മുടെ സഭായോഗമാണ് വാച്ച് ചെയ്യുന്നത് മൊബൈലിൽ കൂടെ. എന്നിട്ട് നമ്മുടെ സഭായോഗത്തെക്കുറിച്ച് വളരെ വാദോരാതെ സംസാരിച്ച സഹോദരൻ, കിടപ്പിൽ കിടന്നിട്ട് പാട്ട് പാടുന്നൊരു സഹോദരനാണ്. ഫുൾ ടൈം കിടക്കുന്ന ആളാണ്. നമ്മുടെ ആരാധന വരുമ്പോൾ ആ ആരാധന കണ്ടുകൊണ്ടാണ് അദ്ദേഹം അമ്മേനെ കിടപ്പിൽ കിടക്കുന്നതെന്ന് ചെന്നൂരോട് പറഞ്ഞു. എനിക്ക് വലിയ സന്തോഷമുണ്ടായി. ഒത്തിരി പേർക്ക് നമ്മുടെ ആരാധന അനുഗ്രഹമാണ്. ഇത്രയും പേരെ കണ്ടുകൊണ്ടല്ല ഞാൻ സംസാരിക്കുന്നത്, ഞാൻ അവരെ കൂടെ കണ്ടുകൊണ്ടാണ് സംസാരിക്കുന്നത്. അത് നിങ്ങളും അവരെ കൂടെ കണ്ട് സംസാരിക്കണം. ആരെല്ലാം വചനം കേൾക്കുന്നോ അവർക്കെല്ലാം വിടുതലുണ്ടാകണം. വിദേശ രാജ്യങ്ങളിൽ ധാരാളം ആളുകൾ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്. അവർക്കെല്ലാം ഈ വചന ശുശ്രൂഷകൾ അനുഗ്രഹമായി തീരണമെന്ന് ഓർപ്പ്. ഈ സഭയ്ക്ക് വേണ്ടി മാത്രമുള്ള ദൂതല്ല, അമേൻ, മൊത്തത്തിലൊരു ദൂതാണ് ഞാൻ നിങ്ങളുടെ സംസാരിക്കും. അനേക തോട്ടങ്ങൾക്ക് കാവലാക്കി, എൻ്റെ സ്വന്തം തോട്ടം ഞാൻ കാത്തിട്ടില്ല. ഇത് ശൂലംകാരി പറയുന്ന ഒരു ഭാഗമാണ്. ശൂലംകാരിയും ശലോമോനുമായിട്ടുള്ള സംസാരവും അവളെ ഭാര്യയാക്കിയതിനുള്ളതായ ഇതിവൃത്തങ്ങളും സംസാരങ്ങളുമൊക്കെയാണ് ഉത്തമഗീതത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഞാൻ ആ ഭാഗങ്ങളൊക്കെ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ശലോമോൻ ക്രിസ്തുവാകുന്ന സഭയെയും യേശുവിനെയും ഉള്ളതായ താരതമ്യം ചെയ്തുള്ള പഠനം നമുക്ക് ഉത്തമഗീതത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അതൊന്നും നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ട് അത് വേറെ അവസരം അതുമായി സംസാരിക്കാം. ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഈ ശൂലംകാരത്തി അവിടെ സഹോദരന്മാർ അവളെ അനേക തോട്ടങ്ങൾ സൂക്ഷിക്കാനായിട്ട് ഏൽപ്പിച്ചു. ആ തോട്ടങ്ങൾ സൂക്ഷിക്കാനായിട്ട് അവൾ ഓടി നടന്നതുകൊണ്ട് അവളുടെ സ്വന്തം ശരീരത്തെ നോക്കാൻ പറ്റിയില്ല. അവൾ തന്നെ പറഞ്ഞ ഇരുനിറം പറ്റിയിരിക്കുന്നു, ഞാൻ കറുത്തവളായി മാറിയിരിക്കുന്നു. ഈ തോട്ടം കണ്ട് നോക്കാനായി ഞാൻ ഓടി നടന്നുകൊണ്ട് എൻ്റെ ശരീരത്തെ സൂക്ഷിക്കാനോ സംരക്ഷിക്കാനോ കഴിഞ്ഞില്ല. അതുകൊണ്ട് എൻ്റെ ശരീരമാകുന്ന തോട്ടം സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് അവൾ പറയുന്നത്. എന്നെ അനേക തോട്ടങ്ങൾ എൻ്റെ സഹോദരന്മാരെ കാവലാക്കി, പക്ഷേ എൻ്റെ സ്വന്തം തോട്ടം കാക്കാൻ എനിക്ക് പറ്റിയില്ല. അതാണ് അവൾ പറയുന്ന ഭാഗം. പക്ഷേ നമ്മൾ ശരിക്കും പഠിക്കുമ്പോൾ ഈ ശലോമോൻ്റെ അനുഭവവുമായി ബന്ധപ്പെട്ടൊരു വാക്കായിട്ട് നമുക്ക് മനസ്സിലാക്കുകയാണ്. ദൈവം അനേക തോട്ടങ്ങൾ സൂക്ഷിക്കാനായിട്ട് ശലോമോൻ അവസരം ദൈവം കൊടുത്തു. പക്ഷേ തൻ്റെ സ്വന്തം ആത്മീയ തോട്ടം സൂക്ഷിക്കാൻ ശലോമോന് കഴിഞ്ഞില്ല. ശിംശോന് കഴിയാതെ വന്നതുപോലെ തന്നെ ശലോമോനും പരാജയപ്പെട്ടു. അതിനെക്കുറിച്ച് നമ്മൾ പുറകെ ചിന്തിക്കുന്നതായിരിക്കും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു കാര്യം ഞാൻ പ്രസംഗത്തിന് മുമ്പായിട്ട് നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒത്തിരി തോട്ടം കാത്തില്ലെങ്കിലും അവനവൻ്റെ തോട്ടം കാത്തോളും. ദൈവത്തിൽ ശാന്തമായി പറഞ്ഞതിനകത്ത് പ്രയാസമില്ല. ഒത്തിരി കാര്യം ചെയ്തില്ലെങ്കിലും, ഒത്തിരി ശുശ്രൂഷ ചെയ്തില്ലെങ്കിലും, ഒത്തിരി ഓടി നടന്നില്ലെങ്കിലും നമ്മുടെ തോട്ടം സൂക്ഷിച്ചോണം. ഒത്തിരി ഓടിയിട്ട് നമ്മളെ ദൈവത്തിന് കാണാതെ പോകാനിടയാകരുത്. ദൈവത്തിന് സ്തോത്രം. നമ്മളെ വിളിച്ച ദൈവമാണ്. നമ്മളുടെ എത്ര ഏക്കർ സ്ഥലം വാങ്ങിച്ചെന്നോ, എത്ര വലിയ വീട് വെച്ചെന്നോ, എത്ര കാറുണ്ടായിരുന്നെന്നോ, പിള്ളേർ ഏത് രാജ്യത്താണെന്നോ, അവരെന്തെല്ലാം പഠിത്തം പഠിച്ചെന്നോ ദൈവത്തിന് വിഷയമേ അല്ല.
ദൈവം അതൊക്കെ നമുക്ക് വേണ്ടി നമ്മുടെ മാന്യതയ്ക്കനുസരിച്ച് ദൈവം ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന് ഒന്നാമത്തെ സ്ഥാനം കൊടുക്കല്ലേ. ഒന്നാമത്തെ സ്ഥാനം നീ നിനക്ക് തന്നെ കൊടുക്കണം. മനസ്സിലായോ? ആത്മീയ കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്ന ഒരുവൻ ഒരിക്കലും ലജ്ജിച്ചു പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. എൻ്റെ കഴിഞ്ഞ 60 വർഷക്കാലത്തെ ക്രിസ്തീയ ജീവിതത്തിൽ ഞാൻ കണ്ടൊരു കാര്യം, ആത്മീയ കാര്യങ്ങൾ ഉഴപ്പിയവരെല്ലാം ഒടുവിൽ തകർന്ന് തരിപ്പണമായിട്ടുണ്ട്. നിങ്ങളൊന്ന് ഓർത്തോ, ആരുടെയും കാര്യങ്ങൾ ഓർത്തോ. ആരാധനയ്ക്ക് വരത്തില്ല, കൂട്ടായ്മയ്ക്ക് വരത്തില്ല. 8 പറഞ്ഞാൽ 9:30 വന്ന് കയറത്തുള്ളൂ. 9:30 വന്നിട്ട് 10 മണിക്ക് ഇറങ്ങിപ്പോവുക. കർത്തൃമേശയുടെ സന്ദർഭത്തിൽ അലക്ഷ്യമായിട്ടിരിക്കുക. യോഗത്തിന് വന്നിട്ട് മൊബൈലിൽ ഇങ്ങനെ ആന്തിക്കൊണ്ടിരിക്കുക. പിന്നെ ഇടയ്ക്കത്തെ ഒരു യോഗത്തിനും പോകത്തില്ല. വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്കോ മറ്റു യോഗങ്ങൾക്കോ ഒന്നും പോകത്തില്ല. കൂട്ടായ്മകളൊക്കെ ഇഷ്ടംപോലെ പാസ്റ്റർ പറയുന്നുണ്ട്, ശിലപ്രാർത്ഥന പറയുന്നുണ്ട്. ഒരിടത്തും പോകത്തില്ല. 24 മണിക്കൂറും മൊബൈലുമായിട്ടിരിക്കുക. അവരോരോ കാര്യത്തിന് ഭയങ്കര ഉത്സാഹമാണ്. പിന്നെ പണ്ടത്തെ കാലത്ത് അങ്ങനെ ആയിരുന്നില്ല. പണ്ടത്തെ കാലത്ത് വീട്ടിലെ കാര്യം ഉഴപ്പിയാലും ആത്മീയ കാര്യം ഉഴപ്പത്തില്ലായിരുന്നു. ഞാൻ സാധാരണ പറഞ്ഞത് 8ഉം 10ഉം പിള്ളേരെ വളർത്തി കഞ്ഞിയും കറിയും വെച്ച് പിള്ളേരെ തുണി ഇളക്കി അമ്മയെ വീടും വൃത്തിയാക്കി വീട്ടിലെ പറമ്പിലെ പണിയും ചെയ്തിട്ട് ഓടുന്നത് ആരാധനയ്ക്കാണ്. ഇന്ന് നമുക്ക് ഇത്രയും ആധുനിക സൗകര്യങ്ങൾ, ഫ്രിഡ്ജ്, TV, വാഷിംഗ് മെഷീൻ, മിക്സി, ഗ്രൈൻഡർ, മോട്ടർ എല്ലാം ദൈവം തന്നിട്ടുണ്ട്. ടൈം സേവ് ചെയ്യാൻ എന്തെല്ലാം ഉപകരണങ്ങൾ വീട്ടിൽ ദൈവം തന്നിട്ടുണ്ട്. എൻ്റെയൊക്കെ കൊച്ചു പ്രായത്തിൽ തേപ്പൊട്ടിക്കകത്ത ചിരട്ടയിട്ട് കത്തിച്ച് അങ്ങനെയല്ലേ നമ്മൾ തേച്ചുകൊണ്ടിരുന്നത്. പിള്ളേരോടൊന്നും പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകത്തില്ല. ഞങ്ങളുടെയൊക്കെ വീട്ടിൽ തേപ്പൊട്ടിയൊന്നും ഇല്ലായിരുന്നു. 3 വീട്ടുകാർ കൂടി ഒരു തേപ്പൊട്ടിയായിരുന്നു. അപ്പോൾ അവർ തേച്ച് കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്യും മറ്റേ തേപ്പൊട്ടി വരാനായിട്ട്. കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് പിന്നെ തീയിട്ട് ഒക്കെ തേച്ചൊക്കെ പോകാമെന്നൊക്കെ പറഞ്ഞാൽ വലിയ സംഭവമാണ്. എന്നിട്ടും സമായോഗത്തിന് കൃത്യസമയത്ത് പോകുമായിരുന്നു. ഇന്ന് ഇത്രയും ആധുനിക സൗകര്യങ്ങൾ ദൈവം തന്നിട്ടും നീ ദൈവത്തിൻ്റെ കാര്യം ഉഴപ്പുന്നെങ്കിൽ ദൈവം നിന്നെ നോട്ടമിട്ട് വെച്ചിരിക്കുക. നിൻ്റെ മാർജിൻ ഫ്രീ മാർക്കറ്റിൽ പോകുമ്പോൾ സാധനം മേടിക്കാൻ കൊണ്ടുപോകുന്ന ലിസ്റ്റ് പോലെ നീ ആരാധനയ്ക്ക് വന്ന ലിസ്റ്റുമായി വന്നിട്ട് എത്ര ടിക്കറ്റ് വെച്ച് പോകാൻ ഒക്കൊന്നും പറഞ്ഞാൽ നീ ഇന്ന് ആരാധനയ്ക്ക് വന്നിരിക്കുന്നത്. എത്ര കാര്യം സാധിച്ചു വെച്ച് പോകാം ഇന്ന് യോഗത്തിന് വന്നാൽ. നിന്റെ കാര്യം സാധിപ്പിക്കുന്ന ഇടം മാത്രമല്ല ഈ ആരാധനാലയം, നിന്നെ ശുദ്ധീകരിച്ച് അക്കരെ എത്തിക്കുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. എനിക്കൊരു നന്മയും ഈ ഭൂമി കിട്ടിയില്ലെങ്കിലും ഒരു അനുഗ്രഹം ഈ ഭൂമി കിട്ടിയില്ലെങ്കിലും എൻ്റെ ദൈവമേ, എൻ്റെ തോട്ടം ഞാൻ നശിപ്പിക്കത്തില്ല. ഒരു സ്തോത്രം പറയാമോ? ഒന്നാമത്തെ മനുഷ്യനായ ആദാമിനെ ദൈവം മണ്ണുകൊണ്ട് സൃഷ്ടിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം മോദി അവൻ്റെ ജീവനുള്ള ദേഹിയായി തീർത്തിട്ട് വളരെ മനോഹരമായൊരു ഏദൻ തോട്ടം അവന് വേണ്ടി ദൈവം സൃഷ്ടിച്ചിട്ട് അവനെ സുന്ദരിയായൊരു ഭാര്യയെ അവൻ്റെ വാരിയലിൽ നിന്ന് എടുത്തവന് കൊടുത്തിട്ട് ഈ തോട്ടം മുഴുവൻ നോക്കിക്കോ എന്ന് പറഞ്ഞ് അവനെ ഏൽപ്പിച്ചു. അവൻ്റെ ശരീരമാണ് ആ തോട്ടം സുന്ദരിയായി ഒരു അഭംഗിയും പറയാനില്ലാത്ത സുന്ദരിയായൊരു ഭാര്യയെ ദൈവം കൊടുത്തു. ദൈവം ഉണ്ടാക്കുന്നത് എത്ര ഭംഗിയായിരിക്കുമല്ലേ, നമുക്കത് ഇമാജിൻ ചെയ്യാനൊക്കത്തില്ല. സൗന്ദര്യമൊന്നും ഇമാജിൻ ചെയ്യാനൊക്കത്തില്ല. അത്രമാത്രം ഭംഗിയായൊരു ഭാര്യയാണ് ഉണ്ടാക്കി കൊടുത്തത്. അമ്മായിമ്മയില്ലാത്ത ഒറ്റ സ്ത്രീ ഉണ്ടായിരുന്നുള്ളൂ, അത് ഹവ്വയാണ്. ഒന്നും മനസ്സിലായി കത്തിയില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് ആ വിധത്തിലുള്ള വഴക്കൊന്നും ആ വീട്ടിൽ ഉണ്ടായില്ല. പക്ഷെ വേറെ നിലയിൽ സാത്താൻ കയറി. സാത്താൻ എങ്ങനെ കയറി? അതിന് അമ്മായിമ്മ വേണമെന്നില്ല, അമ്മായിപ്പം വേണമെന്നില്ല. സാത്താന് ഇല്ലാത്തടത്തോടെ കയറി വരും. ദൈവം ഉണ്ടാക്കിയ മനോഹരമായ തോട്ടത്തിൻ്റെ അകത്തോട്ട് വന്ന് സാത്താൻ ചോദിക്കുകയാണ്, വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ? അതിനകത്ത് അവൾ ഞെട്ടി. വാസ്തവം. സാറന്മാരെ ക്ലാസ്സിൽ ചോദിക്കും, 4 3 എത്രടാ? 7 3 4 അയ്യോ അറിയത്തില്ല. അടുപ്പിച്ച് വെരുട്ടി ചോദിക്കുമ്പോൾ മറന്നു പോവുകയാണ്. സാത്താൻ ചോദിച്ചു, വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ? അന്നേരം അവൾ വിരുണ്ടുപോയി. ദൈവം സൃഷ്ടിച്ചു കൊടുത്ത ആ ഏദൻ തോട്ടം നശിപ്പിച്ചവര്. തോട്ടം നശിപ്പിച്ചില്ല, അവരും മൂലം പാപം കയറി. കാക്കാൻ ദൈവം പറഞ്ഞു,
നന്മ നിന്മയുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം മാത്രം നീ തിന്നില്ലെന്ന് ദൈവം പറഞ്ഞ വാഗ്ദത്തം ആ വാക്ക് അവൾ അനുസരിച്ചില്ല. ദൈവമക്കളെ, ദൈവത്തിന് ഏറ്റവും പ്രയാസമുള്ള കാര്യം അനുസരണക്കേടാണ്. അനുസരണക്കേട് ദൈവത്തിന് ഇഷ്ടമല്ല. പറയുന്ന കാര്യം, നമുക്കൊരു പ്രശ്നമുണ്ട്, പറയുന്ന കാര്യം ചെയ്യത്തില്ല, പറയാത്ത കാര്യം കയറി ചെയ്യും. പറയുന്ന കാര്യം ചെയ്യാൻ നമുക്ക് ഇഷ്ടമില്ല, പറയാണ്ടാത്ത കാര്യം കയറി ചെയ്യും. ദൈവത്തിന് ഇഷ്ടമില്ല. ദൈവത്തിന് ഇഷ്ടം പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ അനേക തോട്ടങ്ങൾക്ക് കാവലാക്കിയെങ്കിലും സ്വന്തം തോട്ടം കാത്തില്ല. ഇനി മെസ്സേജിലൊക്കെ പ്രവേശിക്കുമ്പോൾ എനിക്ക് ആദ്യമായി പറയാനുള്ളത്, എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും നമ്മുടെ തോട്ടം സൂക്ഷിക്കണം. ഒന്ന്, എൻ്റെ ശരീരമാകുന്ന തോട്ടം സൂക്ഷിക്കണം. സ്തോത്രം പറഞ്ഞ്. രണ്ട്, എൻ്റെ കുടുംബജീവിതമാകുന്ന തോട്ടം സൂക്ഷിക്കണം. മൂന്ന്, എൻ്റെ കുഞ്ഞുങ്ങളാകുന്ന തോട്ടം എന്ത് ചെയ്യണം? ഉറക്കെ സൂക്ഷിക്കണം. നാല്, എൻ്റെ സഭയാകുന്ന തോട്ടം എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. ഈ 4 കാര്യങ്ങൾക്ക് നിങ്ങൾ മുൻതൂക്കം കൊടുത്താൽ നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം വിജയിച്ചു. ഇതിനകത്ത് ഏതിലേലും ഒന്നിൽ നിങ്ങൾ പരാജയപ്പെട്ടാൽ മുഴുവൻ പരാജയം. അതുകൊണ്ട് ഇന്നിവിടെ വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളും വളരെ ശാന്തമായി പ്രാർത്ഥിക്കേണ്ട കാര്യം, കർത്താവേ, എൻ്റെ തോട്ടം സൂക്ഷിപ്പാൻ എന്നെ സഹായിക്കണമേ. ദൈവമക്കളെ, നമ്മൾ തോട്ടം സൂക്ഷിക്കാതെ വേറെ എന്തെല്ലാം ചെയ്ത് എന്തെല്ലാം നേടിയാലും ഓർത്തോണം, നമ്മൾ അട്ടർ ഫെയിലിയറായി പോകും. നമ്മൾ ഇതുവരെ ചെയ്തു പോയതെല്ലാം ഒന്നുമില്ലാതായിട്ട് മാറും. പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഇത് വളരെ ഗൗരവമായ കാര്യം ഞാൻ ഓർപ്പിക്കുകയാണ്. അധികം സ്തോത്രം ഹല്ലേലൂയ ഞാനിന്ന് പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ തീരുമാനമെടുത്തോണം, മണ്ണെ പ്രതി മാണിക്യം ഞാൻ വിടുകയില്ല. നിസ്സാര കാര്യ ലാഭത്തിന് വേണ്ടി, കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു വാടൽ തേങ്ങയ്ക്ക് വേണ്ടി എൻ്റെ ആത്മീകം ഞാൻ ബലി കഴിക്കത്തില്ല എന്ന് തീരുമാനിക്കണം. 3.5 വർഷം യേശുവിൽ നടന്ന യൂദ ഏറ്റവും ഒടുവിൽ പഠിക്കൊണ്ട് കലമടച്ചെന്ന് പറയുന്ന പോലെ ഏറ്റവും ഒടുവിൽ യേശുവിനെ തള്ളിപ്പറഞ്ഞ് അവൻ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. ആത്മീയ കാര്യത്തെ ഗൗരവമായി കാണണം. നമ്മൾ ആത്മീയ കാര്യത്തെ മാത്രം ഗൗരവമായി കാണത്തില്ല, ബാക്കി എല്ലാത്തിനും ഗൗരവമായി കാണും. എനിക്ക് 4 പേരും ഷൈൻ ചെയ്ത് നിൽക്കണം, ഞാൻ മീനകത്ത് ഉണ്ടെന്ന് പറയണം, ഞാൻ ആൾ മോശമല്ലെന്ന് പറയണം, എന്നെ ആളുകളെ പുകഴ്ത്തി പറയണം, ഞാനും ചിലതൊക്കെ ചെയ്തെന്ന് വരുത്തി തീർക്കണം. അതൊന്നും ദൈവത്തിന് വിഷയമേ അല്ല കേട്ടോ. തോട്ടം കാക്കണം. ഒത്തിരി തോട്ടം കാക്കണ്ട, നിന്റെ സ്വന്തം തോട്ടം കാത്താൽ മതി. ഇന്നുപോലെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ആധികാരികമായി സംസാരിക്കുന്നു. കുഞ്ഞുകുട്ടി അപാരവൃദ്ധൻ ദൈവമക്കളോട് ഞാൻ ഉൾപ്പെടെ സംസാരിക്കുന്നു. ഒത്തിരി തോട്ടം കാത്തില്ലെങ്കിലും സ്വന്തം തോട്ടം കാക്കണം. വീണ്ടും ഞാൻ ആത്മാവിൽ തർജ്ജനം ചെയ്ത് പറയുന്നു, എന്തെല്ലാം ലാഭങ്ങൾ ഉണ്ടായാലും എന്തെല്ലാം പ്രോഫിറ്റ് ഉണ്ടായാലും എന്റെ തോട്ടം കാക്കുന്നതാണ് ഏറ്റവും വലുതെന്നുള്ള തിരിച്ചറിവ് ഈ സഭായോഗത്തിൽ നമുക്കുണ്ടാകണം. കൈയടിച്ചൊരു സ്തോത്രം വേണമെങ്കിൽ പറയാം. ഇതാണ് നമ്മൾ ഇനി ചിന്തിക്കാൻ പോകുന്ന പ്രമേയം. ഇനി നമുക്ക് ശലോമോനെ കുറിച്ച് അല്പകാര്യങ്ങൾ ചിന്തിക്കാൻ പോവുകയാണ്. ശലോമോന്റെ അപ്പനായ ദാവീദ് പ്രായമായി താൻ മരണാസന്നനായി കിടക്കുമ്പോൾ അടുത്ത രാജാവ് ആരാണെന്നുള്ള ഭയങ്കര കൺഫ്യൂഷനാണ്. സാധാരണഗതി രാജാക്കന്മാർ ജീവനോടിരിക്കുമ്പോൾ അടുത്ത മകനെ രാജാവാക്കുന്നതാണ് രാജാക്കന്മാരുടെ രീതി. നമ്മുടെ ദിനവൃത്താന്ത പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ, രാജാക്കന്മാരുടെ പുസ്തകം വായിക്കുമ്പോൾ നമുക്കതറിയാം. മകൻ 12 വയസ്സുള്ളവനായി 8 വയസ്സുള്ളവനായി രാജ്യഭാരമേറ്റു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ദാവീദിന്റെ കാര്യം വന്നപ്പോൾ ദാവീദ് അതിനൊരു ക്രമീകരണം ചെയ്തില്ല. ബത്ശേബയോട് പറഞ്ഞിരുന്നു, ഞാൻ നിന്റെ മകനായ ശലോമോനെ രാജാവാക്കാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ രാജാവാക്കാൻ ദാവീദ് ഡിലേ ആയിപ്പോയി. സമയത്ത് പറഞ്ഞില്ല.
സമയത്ത് പറഞ്ഞില്ല. ചില ആളുകൾ അങ്ങനെ സമയത്തൊന്നും ചെയ്യത്തില്ല. ചില അപ്പന്മാരും അമ്മമാരും പിള്ളേർക്കെല്ലാം എല്ലാം കൊടുക്കാനുള്ള റെഡിയാണ്, പക്ഷെ കൊടുക്കത്തില്ല. അരേന്ന് താക്കോല് താഴെ വെക്കത്തില്ല. ഏറ്റവും ലാസ്റ്റ് കൊടുക്കാം. കൊടുക്കാത്ത കാര്യമുണ്ട്. കൊടുത്താൽ പിന്നെ നോക്കുമെന്നുള്ള പ്രയാസം കൊണ്ടാണ് കൊടുക്കാത്തത്. അങ്ങനെ അബദ്ധം പറ്റിയിട്ടുള്ളവരും ഉണ്ട്. പക്ഷെ ഒരു കാര്യം, നമ്മുടെ നാടൻ രീതി അനുസരിച്ച് കാലശേഷം എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അപ്പോൾ അങ്ങനെങ്കിലും ചെയ്തു വെച്ചാൽ പിന്നെ പിള്ളേർ തമ്മിൽ എന്ത് ചെയ്യത്തില്ല, ആണ്ടെല്ലാവരും എന്നെ സൂക്ഷിച്ച് നോക്കുന്നു. ഇടയ്ക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല, ഒരു ഉപദേശവും പറഞ്ഞത്. പിന്നെ പിള്ളേരെന്ത് ചെയ്യത്തില്ല, വടക്കുണ്ടാക്കത്തില്ല. ഇന്നത്തെ കാലം വല്ലാത്തൊരു കാലമാണ്. പെട്ടെന്നാൾ മരിക്കുന്ന കാലമാണ്. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്തോണം. അല്ലേ പിന്നെ അന്യാധീനപ്പെട്ടു പോകും. ഞാൻ അടുത്തിടെ ഒരു സ്ഥലത്തിൽ പോയപ്പോൾ 6 ഏക്കർ സ്ഥലം ഒരിടത്ത് കിടക്കുന്നു. കാർഡ് പിടിച്ചു. ഞാൻ ചോദിച്ചു എന്താ ചോദിച്ചു. അത് അപ്പനും അമ്മയും മരിക്കുന്നതിന് മുമ്പ് പിള്ളേർക്ക് എഴുതി വെക്കാതെ പോയ വസ്തുവാണ്. അത് ഇപ്പോൾ ഗവൺമെൻറ്റിനും ഏറ്റെടുക്കാൻ പറ്റാതെ ഇങ്ങനെ കിടക്കുക, പാഴായി കിടക്കുക. ഇനിയും അത് വേണം എടുക്കണമെങ്കിൽ പിള്ളേരെല്ലാം കൂടി അവരെ പിള്ളേരും കൂടി ഇത് നടക്കുന്ന എല്ലാം ഒരുത്തർ അമേരിക്കയിൽ കാനഡയിൽ കിടക്കുന്നു, ഒന്ന് UK കിടക്കുന്നു, ഒന്ന് അയർലൻഡിൽ കിടക്കുന്നു. ഇത് നടക്കുന്ന കാര്യമാണ്. അവർക്ക് വല്ലതും അറിയാമോ ഇത്? അപ്പം നമുക്ക് ആയുസ്സും ആരോഗ്യമുള്ളപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട പോലെ ചെയ്യണം. ചെയ്താൽ പിന്നെ ഭാവിയിൽ കുഞ്ഞുങ്ങൾക്ക് എന്തുണ്ടാകത്തില്ല. ചിലർക്ക് വലിയ സന്തോഷമായി. എൻ്റെ പാസ്റ്റർ അത് ഒന്നുകൂടെ പറ. ഞാൻ എങ്ങനെ അപ്പനോട് പറയുമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. പാസ്റ്ററെ കൊണ്ട് ദൈവാത്മാവ് ഇപ്പം സംസാരിച്ചു എന്നോട്. ഇപ്പം എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടോ. ഒരു കാര്യം പറഞ്ഞേക്കാം, അടിച്ചുകൊണ്ട് പോയച്ച് അപ്പനെയമ്മ നോക്കാതിരുന്നേക്കല്ലേ. ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട്. പ്രിയമുള്ള ഇത് 10-60 വർഷമായില്ലേ നമുക്ക് ആയുസ്സൊക്കെ ദൈവം അതിന് മേലോട്ട് കയറിയില്ലേ, കണ്ടിട്ടില്ലേ? എനിക്ക് അറിയാം. ഈ കാര്യം സാധിക്കുന്നതിന് വരെ ഇടിച്ചിടിച്ച് നിൽക്കും. പിന്നെ കാര്യം സാധിച്ചു കഴിയുമ്പം പുറകോട്ട് റിവേഴ്സ് ഗിയർ വലിയും. അവസാനം വെള്ളം കിട്ടാതെ പോയ ഒത്തിരി അപ്പന്മാരെയും അമ്മമാരെയും എൻ്റെ ഓർമ്മയിലുണ്ട്. അഡ്രസ്സ് ചെയ്തും പറഞ്ഞാൽ എല്ലാവരും ഇത് ലോകം മുഴുവൻ അറിയുന്നതാണ് ഞാൻ പറയാത്തത്. പറയാൻ എനിക്ക് താല്പര്യമുണ്ട്, പക്ഷെ ഞാൻ പറയുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്തോണം. അത് അവരോരാലോചിച്ച് ചെയ്തോണം. ചെയ്തില്ലെങ്കിൽ അവൻ്റെ ഭവിഷ്യത്തുകൾ അവരും നിങ്ങളും എല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. അതെല്ലാം ചെയ്യുമ്പോൾ യുക്തമായി ഭംഗിയായി ചെയ്യണം, ഓർഡറായി ചെയ്യണം. കുഞ്ഞുങ്ങളെ എല്ലാം ഒരുപോലെ കാണണം എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. ഒരാളുടെ കൂടുതൽ സ്നേഹവും ഒരാൾ കുറച്ച് സ്നേഹവുമാകാൻ പാടില്ല. നമ്മൾ ചെയ്യുമ്പോൾ എല്ലാം നീതിയോടും ഭംഗിയോടും ചെയ്തെന്ന് പിന്നത്തെ പറയത്തക്കണം മാന്യമായി ചെയ്യണമെന്ന് പറയുന്നു. പറഞ്ഞ ആ ഭാഗം പഠിക്കുകയാണ്. കൂടുതൽ പേരും അറിയണമെങ്കിൽ എന്നെ പേഴ്സണലായിട്ട് കണ്ടാൽ മതി. ഞാൻ അന്നേരം കൂടുതൽ പറഞ്ഞുതരാം. എന്തെങ്കിലും അഡ്വൈസ് വല്ല ആവശ്യമുണ്ടെങ്കിൽ അന്നേരം പറഞ്ഞുതരാം. ഇപ്പോൾ പബ്ലിക്കിൽ ഇത്ര ആവശ്യമേ ഉള്ളൂ. ഇവിടെ ഈ വിഷയമായി വന്നപ്പോൾ ഇത് അറിയാതെ കയറി വന്നു പോയത്. ഞാനിത് പറയാനിരുന്നതല്ല. എന്നാന്ന് എനിക്കറിയത്തില്ല. ഇതിൻ്റെ കൂടെ കയറ്റി വിടുകയാണ്. അത് എന്തോ എവിടെയോ ഏതാണ് ചെന്ന് മുട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. എവിടെ മുട്ടിയാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. അതിന് ഗുണം കിട്ടിയവർ എന്നെ വന്നൊരു സ്വോത്രം പറഞ്ഞേക്കണം. എന്നോട് വന്ന് ഒരു സ്വോത്രമല്ല, എന്നോട് വന്നൊരു താങ്ക് യു പറഞ്ഞേക്കണം. പക്ഷേ ഏറ്റെന്ന് പറഞ്ഞേക്കണം. അങ്ങനെ പറയുമ്പോൾ എനിക്കൊരു വലിയ സന്തോഷം. ആത്മക്കളുടെ വിടുതൽ മാത്രമല്ലല്ലോ, ഇതിലൂടെയൊക്കെ നമുക്ക് ശരിയാക്കി എടുക്കണമല്ലോ. അപ്പോൾ ഇവിടെ ദാവീദ് അല്പം ഡിലേ ആയപ്പോൾ മറ്റൊരു മോനായ അദോനിയാവെന്ന് പറഞ്ഞൊരു പയ്യനുണ്ടായിരുന്നു. അവൻ കുറച്ച് പേരെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവർ ചേർന്ന് വന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ, അദോനിയാവിൻ്റെ നേതൃത്വത്തിൽ രാജാവായിട്ട് അപ്പനെ വയ്യാതായല്ലോ, അതിന് അപ്പനെ കൊണ്ട് ഇനി ഒരു ഗുണവുമില്ല എന്നുള്ള നിലയിൽ അദോനിയാവ് ചാടിക്കയറി രാജാവാകാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ അവൻ കുറച്ച് ആളുകളെയൊക്കെ കൂട്ടി പാർട്ടിയൊക്കെ നടത്തി രാജാവായെന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് ഇങ്ങനെ കൊട്ടി ഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാഥാൻ പ്രവാചകൻ ചെന്ന് ബത്ശേബയോട് പറഞ്ഞു, ബത്ശേബേ നീ അറിഞ്ഞോ, അദോനിയാവിനെ അവിടെ രാജാവാക്കുകയാണ് ഒരു കൂട്ടം ആളുകൾ. രാജാവ് നേരത്തെ പറഞ്ഞിട്ടില്ലേ നിൻ്റെ മകനായ ശലോമോനെ രാജാവാക്കാമെന്ന്? അപ്പം പിന്നെ നീ എന്തെങ്കിലും മിണ്ടാതെ അങ്ങനെ കാര്യമൊക്കെ ഇപ്പം മിണ്ടാനുള്ള റൈറ്റ് ടൈമാണ്. അതുകൊണ്ട് നിങ്ങൾ ചർച്ച ശരിക്കും കേൾക്കണേ, ആരും ഉറങ്ങല്ലോ, വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഇതിലൂടെ ശ്രദ്ധിച്ചാലേ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ശരിക്കും മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് ദൈവം പറയുകയാണ്, നാഥാൻ പറയുകയാണ്, നീ ചെന്ന് രാജാവിൻ്റെ അടുക്കിട്ട് രാജാവിനെ പറയണേ എൻ്റെ മകനെ ശലോമോനെ രാജാവാക്കണം, നീ നേരത്തെ പറഞ്ഞതല്ലേ എന്ന് പറയുമ്പോൾ രാജാവിന് ഓർമ്മ വരും എന്ന് പറഞ്ഞു. അങ്ങനെ ബത്ശേബ ചെന്ന് രാജാവിൻ്റെ പള്ളിയറയിൽ കയറി രാജാവിനോട് തൊഴുതിട്ട് പറഞ്ഞു, അങ്ങ് എന്നോട് ജീവനോട് ഇരുന്നപ്പോൾ പറഞ്ഞു, അങ്ങ് എന്നോട് നേരത്തെ വാക്ക് പറഞ്ഞല്ലേ ശലോമോനെ രാജാവാക്കാമെന്ന്. ഇപ്പം തേണ്ട അദോനിയാവ് രാജാവാകുന്നു. അതുകൊണ്ട്
ദൈവം ഉണ്ട് മരിക്കുന്നതിന് മുമ്പേ അങ്ങ് പറയണം. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് പറയുന്ന വാക്കിന് വളരെ വിലയുണ്ട്. അങ്ങനെ എന്താ സംഭവിച്ചതെന്നറിയാമോ? ഈ ബത്ശേബ എന്ന് പറഞ്ഞു തന്നെ ദാവീദിന് കാര്യം ഓർമ്മ വന്നിട്ട് പറഞ്ഞു, ഞാൻ ഓർഡർ ഇടുകയാണ്. എന്താ ഓർഡർ ഇടുന്നറിയാമോ? ഈ ശലോമോനെ രാജാവാക്കാനായിട്ട് ഞാൻ ഓർഡർ ഇട്ടു. ഓർഡർ ഇട്ടെന്ന് അറിഞ്ഞുകൊണ്ട് നാഥാനും ബാക്കിയുള്ള ആളും കൂടി പെട്ടെന്ന് ശലോമോനെ വിളിച്ച് അവനെ രാജാവായിട്ട് ഡിക്ലെയർ ചെയ്യുകയാണ്. ഒഫീഷ്യൽ ഡിക്ലറേഷൻ നടക്കുകയാണ്. ഒഫീഷ്യൽ ഡിക്ലറേഷൻ നടക്കുമ്പോൾ അപ്പുറത്തെ അദോനിയാവിൻ്റെ പാർട്ടി നടക്കുകയാണ്. അദോനിയാവിൻ്റെ പാർട്ടി നടക്കുമ്പോൾ ഇപ്പുറത്തെ ഈ ഒഫീഷ്യൽ ഡിക്ലറേഷൻ കേട്ടപ്പോൾ അവർ ചോദിച്ചു, അവിടെ എന്താ വലിയ ആർപ്പും ബഹളവും ഒക്കെ ഒക്കെ പറഞ്ഞു. അവിടെ ദാവീദ് പുതിയ രാജാവിനെ വാഴിച്ചു. ആരാ? ശലോമോൻ. ഇത് കേട്ടപ്പോൾ ദാവീദ് ഒഫീഷ്യലായിട്ട് ശലോമോനെ രാജാവായി വാഴിച്ചത് കേട്ടപ്പോഴത്തേക്ക് അദോനിയാവിൻ്റെ കൂടുതലുള്ള ആളുകളൊക്കെ പേടിച്ച് വിരണ്ടുപോയി. അവരെല്ലാം 4 വഴിക്ക് ഓടി. ഇവിടെ ഒഫീഷ്യലായിട്ട് രാജാവായി രാജാവിൻ്റെ സിംഹാസനത്തിൽ ദാവീദിന് പകരം ശലോമോൻ കയറിയിരുന്നു. ശലോമോൻ കയറി ഇരുന്ന് കഴിഞ്ഞ ഉടനെ തന്നെ ഈ ബഹളവും ആർപ്പും കേട്ടപ്പോൾ ഈ അദോനിയാവിന് മനസ്സിലായി രക്ഷയില്ല. കൂടെ ഉണ്ടാകുന്ന എല്ലാം പാർട്ടി വിട്ടുപോയി. ഓടിച്ചെന്ന് യാഗപ്പെടുത്തിട്ട് കൊമ്പെ കയറി പിടിച്ചിട്ട് പറഞ്ഞു, എന്നെ കൊല്ലല്ലേ എന്ന് പറഞ്ഞ് അദോനിയോട് നിൽക്കുമ്പോൾ രാജാവ് പറഞ്ഞു, നിന്നെ ഞാൻ കൊല്ലത്തില്ല, നിന്നെ ഞാൻ വിട്ടേക്കാം, നിന്റെ തലയിലൊരു മുടി പോലും താഴെ വീഴത്തില്ല എന്ന് പറഞ്ഞ് അവനെ ഫ്രീ ആയിട്ട് വിട്ടിട്ട് ശലോമോൻ രാജാവായിട്ട് രാജാസനത്തിൽ കയറുവാനായിട്ട് റെഡിയായിത്തീർന്നു. അങ്ങനെ രാജാസനത്തിൽ പെട്ടെന്ന് കയറത്തക്കോണമുള്ള വഴി ദൈവം തുറന്നു. എനിക്ക് ഇതിനകത്ത് പറയാനുള്ള ഒരു കാര്യം, നിന്റെ തലമുറയെക്കുറിച്ചും നിന്നെക്കുറിച്ചും ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചു കേട്ടോണം. ആരെല്ലാം തട്ടി മാറ്റിയാലും സ്തോത്രം. ഞാൻ ദാവീദിൽ കഥ പറയാൻ വന്നതല്ല. ആരെല്ലാം ഇടയ്ക്കിടെ ഉപായം കാണിച്ചാലും, ആരെല്ലാം കൂട്ടുകെട്ടുണ്ടാക്കിയാലും, ആരെല്ലാം എന്തെല്ലാം ആഭിചാരങ്ങൾ ചെയ്താലും സ്തോത്രം. KPCC പ്രസിഡന്റിന് വരെ കൂടോത്രം ചെയ്ത കാലമാണ്. ഞാൻ വിചാരിച്ചത് നമ്മുടെ കൂടോത്രം എങ്ങനെയുണ്ട് അവിടെ ചെന്നത്. പെന്തിക്കോസ്തുകാർ ജീവിക്കുന്ന തന്നെ കൂടോത്രം കൊണ്ടാണ്. കൂടോത്രം തകിടും എന്തൊക്കെയാ അതുകൊണ്ടാണ് ജീവിക്കുന്നത്. ഇതെങ്ങനെ അവിടെ ചെന്ന് കയറിയത്? അവിടെ ഉണ്ടെന്ന് ഗൾഫ് കൗൺസിലും മറ്റേ കൗൺസിലൊക്കെ ഇങ്ങനെ തകിട് കുഴിച്ചിടുക. അവർക്കൊക്കെ ഭയങ്കര പേടിയാണ്. പക്ഷെ പേടിയില്ലാത്ത കൂട്ടം നമ്മളാണ് കേട്ടോ. 1000 തകിട് നിനക്കെതിരെ കുഴിച്ചിട്ടാലും നിന്നിൽ വ്യാപരിക്കുന്ന അഭിഷേകമുണ്ടെങ്കിൽ നിന്നെ തൊടാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ലെന്ന് എന്തുവാ തിരിച്ചറിയണം. ഉറക്കെ കൈയടിച്ച് ദൈവത്തിന് സ്തോത്രം പറ. ശക്തിയോടെ പോരാ 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 ശക്തിയോടെ. അല്പസമയം ദൈവത്തിന് ചില പോരുകൾ, ചില പോരാട്ടങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിയുകയാണ്. ഓ രക്തം 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 രക്തം. നിന്റെ നന്മകളെ കുറുക്കു വഴിയിലെ കൂടെ തട്ടിയടിച്ചുകൊണ്ട് പോകാൻ നോക്കുന്നൊരു പോരാട്ടം ഏതു കാലത്തുമുണ്ട്. ശലോമോന് നേരെ വാഗ്ദത്തമുണ്ട്, അവൻ രാജാവാകുമെന്ന്. പക്ഷെ വാഗ്ദത്തം പെൻഡിങ് ആയിപ്പോയി. രാജാവ് മറന്നുപോയി, നീട്ടിവെച്ചു. പക്ഷെ നീട്ടിവെച്ചാലും ഓർത്തോണം, ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ ആ ഫയൽ ദൈവം തിരിച്ചെടുക്കും. സ്തോത്രം സ്തോത്രം സ്തോത്രം. എല്ലാം പാടിച്ചുകൊണ്ടിരിക്കണേ. വിദേശ രാജ്യങ്ങളിൽ പെൻഡിങ് ആയ ചില ഫയലുകൾ ഇന്ന് പൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ തിരിച്ചെടുക്കുകയാണ്. സാധാരണ നമ്പർ അല്ലാതെ നിന്റെ കുഞ്ഞിനെ ഒന്നാമത് കയറ്റിവിടാൻ ദൈവത്തെ ചില പദ്ധതികൾ ഇന്ന് പൽക്കാലം, അത് PR കിട്ടാനാണെങ്കിലും, അത് അഡ്മിഷൻ കിട്ടാനാണെങ്കിലും, അത് ബ്ലോക്ക് ആണെങ്കിലും, അത് സുപ്രീം കോടതി തടഞ്ഞു നിർത്തിയാലും ഹൈക്കോടതി തടഞ്ഞാലും ദൈവത്തിന് സമയമാണെങ്കിൽ അത് നിന്റെ മടിയിൽ തരാൻ ദൈവത്തിന് കഴിയും. കേട്ടിട്ട് സ്തോത്രം പറയാൻ തോന്നുന്നില്ലേ? ശക്തിയെടുത്ത് കൈയടിച്ച് സ്തോത്രം പറഞ്ഞു ഇന്ന് വളർക്കാലോ. പ്രിയമുള്ളവരെ, അപചാരങ്ങളോ മന്ത്രവാദങ്ങളോ വെച്ചുപൂജകളോ ശക്തികളോ ദേശാധിപന്റെ പോരുകളോ നാളുകളായി വാഴുന്ന പോരാട്ടങ്ങളോ തലമുറകളായി വാഴുന്ന പോരാട്ടങ്ങളോ നിന്റെ നന്മകളെ അല്പകാലം അല്പകാലം പെൻഡിങ് ആക്കി വെച്ചാലും നിന്റെ ക്ലോക്കെ സമയമാകുമ്പോഴല്ല ദൈവത്തിന് ക്ലോക്കെ സമയമാകുമ്പോൾ ഒരത്ഭുതം ദൈവം ചെയ്യുമെന്ന് ഇന്ന് പലക്കാലം ദൈവാത്മാവ് ശക്തമായ ദൂതായി സംസാരിക്കുക.
അടുത്ത് ഞാൻ പറയുന്ന ദൂത് ശ്രദ്ധിച്ചു കേട്ടോ. ദാവീദേ, അദോനിയാവ് വല്ല രാജാവാകുന്നത് നിന്റെ മകൻ ശലോമോൻ തന്നെ രാജാവാകും. ആമേൻ. ആന്റി, നിന്റെ കുഞ്ഞു വാഗ്ദത്ത സന്തതിയാ. അങ്കിള്, കുഞ്ഞു വാഗ്ദത്ത സന്തതിയാ. അവന്റെ മേൽ വാഗ്ദത്തത്തിന്റെ കിരീടമുണ്ട്. ആ തട്ടിക്കൊണ്ടുപോകാനും പലരും നിൽക്കുന്നുണ്ട്. പക്ഷെ നീ ഇടിവി നിന്ന് കരഞ്ഞോണം. ഏതൊരു പ്രവാചകൻ പറഞ്ഞെന്നും പറഞ്ഞ നീ കയ്യും പൊട്ടിയിരിക്കല്ലേ. ഇവിടെ വന്ന് പ്രാർത്ഥിക്കണം സുഹൃത്തെ, പ്രാർത്ഥിക്കണം. രാത്രിയും പകലും പ്രാർത്ഥന നടക്കുമ്പോൾ വന്നിരുന്ന് പ്രാർത്ഥിക്കണം. പെരക്കകത്ത് കൊണ്ട് പാഴ്സല്. ആമേൻ. ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ കൊണ്ടുതരുന്നവരെ പേരെന്തോ? ഡെലിവറി ബോയ്. അതിന് ഒരു സുമാറ്റോ, അത് മറന്നുപോയി. അല്ലെന്ന് പറഞ്ഞേ. ഇപ്പം അത് അറിയാത്തൊരാരുമില്ല. എടാ, ഞാൻ ജേഡിനുമായിട്ട് പോകേണ്ട വണ്ടിയൊക്കെ ഒരു പെണ്ണ് പറയാം, ഡാഡി എനിക്ക് ഭയങ്കര അപ്പച്ചാ വിശക്കുന്നു കേട്ടോ. എവിടെയാണ് കഴിക്കുന്നത്? കൊച്ചു കുഞ്ഞിനും അറിയാം സുമാറ്റയും കഴിക്കുന്നതൊക്കെ താല്പര്യം എല്ലാവർക്കും ഉണ്ട്. ചിലക്ക് സുമാറ്റയായിട്ട് വീട്ടിൽ വന്ന് കയറണം നന്മകൾ. ഞാൻ ദൈവത്തിന് ഓർഡർ ചെയ്തിട്ടുണ്ട്. 10:30 എന്ത് ചെയ്യും? വരും. ഇടയാൾ സുമാറ്റയ്ക്ക് ഓർഡർ ചെയ്ത് വണ്ടി ഇടിച്ച് റോഡിൽ കിടക്കുക. സുമാറ്റയ്ക്ക് നോക്കിയിരിക്കും, എവിടെ കിട്ടാനില്ല. അവനോ വീട്ടിൽ നിന്ന് വല്ല കഞ്ഞിയും കറി ഉണ്ടാക്കിക്കോളെ, സുമാറ്റക്കാരൻ്റെ വായിലോട്ട് നോക്കിയിരിക്കാതെ. പിന്നെ കൊളസ്ട്രോളും വന്ന് BP വന്ന് എപ്പോഴും സുമാറ്റാക. എൻ്റെ പാസ് ഇപ്പോൾ ഭയങ്കര ഫ്രീയാണ്. വീട്ടിൽ ഇരുന്ന് ഇങ്ങനെ ആപ്പിൽ കൂടെ കയറിയാൽ മതി. അപ്പുറത്തൊരു പേര് നാപ്പ് അറിയുന്നില്ല എന്താണ്. വല്ലതും പിടി കിട്ടുന്നുണ്ടോ? എൻ്റെ പൊന്നു പാസ്റ്റേ, വചനം കേൾക്കാൻ വന്നതാ. ഇതിവിടെ കേട്ടിട്ട് പൊക്കോ. ഗുണമുള്ള കാര്യമാണ് പറയുന്നത്, ഗുണമുള്ള കാര്യം. ദൈവത്തിന് സ്തോത്രം. നീ ഓർഡർ ചെയ്ത വീട്ടിൽ സൊമാറ്റോയായിട്ട് ദൈവത്തിൻ്റെ മറുപടി വരുമെന്ന് പറഞ്ഞ് നീ കാത്തിരുന്നാൽ അത് വന്നെന്ന് വരത്തില്ല. അത് ദൈവം സമയം വെച്ചിട്ടുണ്ട്. പക്ഷെ താമസിക്കും തോറും ഫോൺ ചെയ്ത് എവിടെ ആയെന്ന് ചോദിക്കത്തില്ലേ? ഇല്ലേ? ഇതുപോലെ നീ ദൈവത്തോട് ചോദിക്കണേ, കർത്താവേ എൻ്റെ വാക്യത്തെ തലമുറക്കുള്ളത് എവിടായി, എവിടെ വരെയായി, ആരെങ്കിലും തടഞ്ഞോ, എവിടെയെങ്കിലും കെട്ടിവെച്ചിട്ടുണ്ടോ? ഇന്ന് പകൽ ആ കെട്ടിപ്പൊട്ടട്ടെ. നാളുകളായി കെട്ടിവെച്ചിരിക്കുന്ന ചില കെട്ടുകൾ സ്തോത്ര 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 സ്തോത്ര. ആമേൻ. ശ്രദ്ധിച്ച്, ഡെലിവറി ബോയ് ചിലപ്പോൾ വീട് തെറ്റി വരും. ഇവിടെ റോയി പോക്കാൻ അവിടുത്തെ ഒരു പാഴ്സൽ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്നു. എല്ലാം പോക്കാലല്ലേ, തെറ്റിപ്പോയി. അവിടെ വന്ന് കയറി. നിന്റെ പാഴ്സൽ ദൈവം വച്ചത് വീട് തെറ്റത്തില്ല. ഓ സ്തോത്രം. ഇതെല്ലാം പിടി കിട്ടുന്നുണ്ടോ? നിനക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് അയച്ച നന്മയുടെ പാഴ്സൽ 1000 വീട് നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിലും വീട് തെറ്റത്തില്ല. ദൈവത്തിന്റെ ദൂതന്മാർക്ക് വീട് തെറ്റത്തില്ല. അത് നിന്റെ പേരയ്ക്കകത്ത് വരും, നിന്റെ പേഴ്സിൽ വരും, നിന്റെ തലമുറയിൽ വരും. ശക്തിയോടെ കൈയടിച്ച് ദൈവത്തെ സ്വന്തം പറ. ഇന്ന് പാർക്കാലം നീ പാഴ്സലുമായ പോകാവൂ. വെറും കൈയോടെ പോകരുത്. ശക്തിയോടെ ദൈവത്തെ ആരാധിച്ച് റീബലബൗഡ് കമ്പലബൗഡ് ജാലക്കാല റപ്പപ്പാറ റമ്പലബൗഡ് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ എന്നത് പറഞ്ഞൊരു വാഗ്ദത്തം മനസ്സിലായോ? അത് മറക്കല്ലേ. ശലോമോന്റെ കാര്യം പറഞ്ഞാലും മറക്കല്ലേ. വാഗ്ദത്തം ദാവീദ് ബത്ശേബയ്ക്ക് കൊടുത്തത് അല്പകാലം താമസിച്ചെങ്കിലും ദൈവത്തിൻ്റെ സമയത്ത് ദൈവം മടക്കി കൊടുത്തു. നമുക്കുള്ള ദൂത്, നമുക്കുള്ള വാഗ്ദത്തങ്ങൾ ദൈവം പറഞ്ഞത് അല്പം താമസിച്ചാലും നിന്റെ ക്ലോക്കെ സമയമാകുമ്പോഴല്ല, ദൈവത്തിൻ്റെ ക്ലോക്കെ സമയമാകുമ്പോൾ ആ ദൈവം തരുമെന്ന് ഇന്ന് പകൽ ഞാൻ ആത്മാൽ പ്രവചിച്ചു പറയുന്നു. അത് ഏറ്റെടുക്കുന്നവർക്ക് ഇന്ന് പകൽ വിടുതലാണ്. ആ വാഗ്ദത്തം കൂടെ കണ്ടിട്ട് നീ പോകത്തുള്ളൂ. സ്തോത്ര 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 സ്തോത്രം.
പെട്ടെന്ന് രാജാവായപ്പോൾ ഇനി ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം ഒന്ന് പറഞ്ഞു വെച്ചിട്ട് അടുത്ത ആഴ്ച ബാക്കി പറയാം. പെട്ടെന്ന് രാജാവായപ്പോൾ ശലോമോന് ആകെ വെപ്രാളം പരവേശമായി. എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പൻ്റെ കൂടെ ഒക്കെ നടന്ന കാര്യം കണ്ടിട്ടുണ്ടെങ്കിൽ സ്ഥാനത്ത് കയറി ഇരുന്നപ്പോഴാ കാര്യം മനസ്സിലായ. ചില പിള്ളേർ ചോദിക്കില്ല അപ്പൻ എന്നാ മോനാന്ന്. കാരണം അവൻ ഇഷ്ടപ്പെടുന്നില്ല. ഈ കമ്പ്യൂട്ടർ യുഗത്തിൽ അപ്പനും അമ്മയും പറയുന്നൊന്നും അവർക്കും അവനും എന്ത് ചെയ്യുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ ആ സ്ഥാനത്ത് കയറി ഇരിക്കുമ്പോഴാണ് ബുദ്ധിമുട്ടറിയുന്നത്. ദാവീദ് വനാത്തൊക്കെ ഓടി നടന്ന് കഷ്ടപ്പെട്ട് കാര്യങ്ങളെല്ലാം ചെയ്ത് വന്നപ്പോൾ ആമേൻ ഒരു കാര്യം മനസ്സിലായി. ഈ ശലോമോനെല്ലാം കണ്ടെങ്കിലും അവന് സ്ഥാനത്ത് കയറിയപ്പോഴാണ് മനസ്സിലായത് ഒരു കുഞ്ഞുകളിയല്ലെന്ന്. അയ്യോ, കമൻ്റ് അടിക്കാൻ എന്നാ ഈസിയാ? ഇങ്ങനെയാണോ സഭ കൊണ്ടുവന്ന്? ഇങ്ങനെയാണോ പായ ഇടുന്നത്? ഇങ്ങനെയാണോ കസേര ഇടുന്നത്? ഇങ്ങനെയാണോ വണ്ടി ഓടിക്കുന്നത്? ഇങ്ങനെയാണോ പാർക്ക് ചെയ്യുന്നത്? ഒന്ന് ചെയ്ത് നോക്കണം, അന്നേരം അറിയാം. ആരൊരു സ്വതന്ത്രം പറഞ്ഞില്ല. പറയരുത് കേട്ടോ, പറഞ്ഞാൽ അത് കുഴപ്പമാണ്. ചുമ്മാ കയറി കമൻ്റ് അടിക്കല്ലേ. ആവശ്യമില്ലാത്തതിനെല്ലാം കമൻ്റ് അടിച്ചാൽ 10 കമൻ്റ് നിനക്കെതിരെ വരും. ഞാൻ നിങ്ങൾ ചോദിക്കുക, കമൻ്റ് അടിക്കുന്നവരോട് ചോദിക്കുകയാണ്, 4 പേരുള്ള വീടിനെ നേരെ നയിക്കാൻ ഒക്കാത്ത നീ 1000 പേരുള്ള സഭയുടെ കാര്യത്തിൽ എങ്ങനെ കമൻ്റ് അടിക്കാൻ പറ്റുന്നത്? നീ നിന്റെ 2 പിള്ളേരെ നിന്റെ ഭാര്യയെ നേരെ ഒന്ന് വഹിക്കുക ആദ്യം, എന്നിട്ട് മാതൃകയോടൊന്ന് കാണിക്കുക. നല്ല സജഷൻ പറയണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷേ നെഗറ്റീവ് പറയരുത്. നല്ല സജഷൻ ഉണ്ടെങ്കിൽ പാസ്റ്റർ നേരിട്ട് പറഞ്ഞു, ഒരു കുഴപ്പമില്ല, പാസ്റ്റർ വെരി ഹാപ്പി. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ വെരി വെരി ഹാപ്പി. പക്ഷേ നെഗറ്റീവ് അടിക്കരുത്. സ്ഥാനത്ത് വരുമ്പോഴേ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ. ഒരു കാര്യം നമ്മൾ പ്രസംഗം കൊണ്ട് ശരിയല്ല കേട്ടോ, ഇന്നേ അത്രയും പോയിന്റ് ഇല്ലായിരുന്നു, കഴിഞ്ഞ ആഴ്ച പോയിന്റിൻ്റെ ബഹളമായിരുന്നു, നീ ഒന്ന് കയറി ഇന്ന് പ്രസംഗിച്ച്, അന്നേരം അറിയാൻ പോയിന്റ് ഉണ്ടോ ഇല്ലയോ എന്ന്. അങ്ങനെ പറയുന്നത് ഞാൻ പറയുന്നത് വന്നിങ്ങോട്ട് സമയം തരാം, 5 മിനിറ്റ് സമയം തരാൻ പ്രസംഗിച്ച് കേൾപ്പിക്കണം. ഒരു പ്രസവം എന്ന് പറഞ്ഞൊരു പ്രസവ വേദനയാണ്. ഒരാഴ്ച മുഴുവൻ ഗർഭം ധരിച്ചിരിക്കുകയാണ്. പോകുമ്പോഴും വണ്ടി ഓടിക്കുമ്പോഴൊക്കെ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ജനങ്ങൾ ഞായറാഴ്ച വരുമ്പോൾ അവരാഹാരമില്ലാതെ പോകല്ലേ, അവർ പട്ടിണിയായിട്ട് പോകരുത്. ഞങ്ങൾക്ക് അതിനുള്ള കഴിവില്ല, ഞങ്ങളുടെ നാവിന് അതിന് ബലമില്ല. വന്ന പല ജാതി ആളുകളാണ് വരുന്നത്, പല ടൈപ്പുള്ള ആളുകളാണ് വരുന്നത്, പല എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉള്ള കുഞ്ഞുകുട്ടി അപാരവൃത്തം വരുന്നത്. ഓരോരുത്തർക്കും വേണ്ട മന്ന നീ കൊടുക്കണമെന്ന് ഒരാഴ്ച മുഴുവൻ കരയുന്ന പ്രാർത്ഥന മറുപടിയാണ് ഒരു ഞായറാഴ്ചത്തെ മെസ്സേജ്. അതോർത്തോളം. രാജഭോക്കാലിവിടെ പ്രാർത്ഥിച്ച് പ്രസംഗിച്ച് ഷൈൻ ചെയ്യാനായിട്ട് ഇവിടെ ഒരു പുസ്തകം 33 വർഷമായിട്ട് ചെയ്തിട്ടില്ല. എനിക്കതിന് ഇഷ്ടവുമില്ല, അങ്ങനെ കേൾക്കാൻ എനിക്ക് താല്പര്യവുമില്ല. ഒറ്റ ആഗ്രഹമേ എനിക്കുള്ളൂ. 21 സംഗീതകാരൻ പറയുന്നു, അവൻ പച്ചയായ പൊറുപ്പുകൾ അവൻ എന്നെ എന്ത് ചെയ്യുന്നു, നടത്തുക. സ്വസ്ഥതയുള്ള വെള്ളത്തിന് പ്രയസണ്ടിൽ 1000 വിശ്വാസമുണ്ടെങ്കിൽ 1000 പേരും പച്ചയായ പുൽപ്പുറങ്ങളിൽ നടക്കണം. സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിൽ. അമ്മേ, ഞാൻ പൗരുഷലി ദിവസങ്ങളെ യേശുവിൻ്റെ ഉപമകളെക്കുറിച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് 30 ദിവസം, ഈ മാസം മുഴുവൻ. അതിനുവേണ്ടി തയ്യാറായപ്പോഴാണ് എനിക്ക് മനസ്സിലായ ആടുകളും ഇടയനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന്. ഒരു ഇടയൻ്റെ ശബ്ദം കേൾക്കുന്ന ആടിൻ്റെ ശബ്ദം കേൾക്കുന്ന ഇടയൻ, 99 വിട്ടിട്ട് ഒന്നിൻ്റെ പുറകെ പോകുന്ന ഇടയൻ. ഓ, കരമടിച്ചൊരു സ്വതം പറ. നമ്മൾ ആ വലിയ ഇടയനെ സേവിക്കാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകിയിരിക്കുകയാണ്. സ്തോത്രം. ഈ ആടിനെയും പശുവിനൊക്കെ വളർത്തുള്ളവർക്ക് അറിയാം, അതിന് തീറ്റയെല്ലാം കൊടുത്ത് വെള്ളമൊക്കെ കൊടുത്ത് അതിൻ്റെ വയറൊക്കെ എടുത്ത് നിൽക്കുന്ന കാണുമ്പോൾ ആ ഇടയൻ്റെ ഒരു സന്തോഷം. എൻ്റെ പശു ഇന്ന് നിറഞ്ഞു നിൽക്കുക, എൻ്റെ ആട് ഇന്ന് നിറഞ്ഞു നിൽക്കുക. അപ്പോൾ ആടിൻ്റെ സന്തോഷം. എന്നെ ഇത്രയും പരിപാലിച്ച ഇടയനെ ഞാൻ അവൻ്റെ ബക്കറ്റ് നിറച്ച് പാല് കൊടുക്കും. പിടികിട്ടിയില്ല. എന്നെ സംരക്ഷിക്കുന്ന ദൈവത്തിന് തിരിച്ചു കൊടുക്കാൻ എൻ്റെ ഈ പാലുണ്ട്. ദൈവം നിന്നെ നിറയ്ക്കുമ്പോൾ തിരിച്ച് നീ സ്തോത്രം പറഞ്ഞ് അങ്ങോട്ട് കൊടുക്കണം.
ഇങ്ങോട്ട് മേടിക്കാൻ മാത്രം ഇരിക്കല്ല ആൻറ്റി, അങ്കിളെ ഇങ്ങോട്ട് മേടിക്കാൻ മാത്രം ഇരിക്കല്ലേ, വീടും കാറും ഫോണും വേണം നമ്മൾ 24 മണിക്കൂറും അതും മാത്രം പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. അങ്ങോട്ട് വല്ലതും കൊടുക്കണം. എന്ത് കൊടുക്കണം? ആരാധന കൊടുക്കണം, പ്രാർത്ഥന കൊടുക്കണം, സ്തോത്രം കൊടുക്കണം, സ്തുതി കൊടുക്കണം. അതാ ദൈവത്തിന് ഇഷ്ടം. ദൈവത്തിന് സ്തോത്രം. സ്തോത്രം പറയാമോ? എനിക്കറിയത്തില്ല, ഇന്ന് ഭയങ്കര ആത്മാവിൻ്റെ വ്യാപാരമുണ്ട്. ഞാൻ കഴിഞ്ഞ രാത്രി പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട് കേട്ടോ. ഇവിടെ പാസ്റ്റർമാർ കൂടി ശനിയാഴ്ച പോയിട്ട് പ്രാർത്ഥനയുണ്ട്, ചൊവ്വാഴ്ച പോയിട്ട് പ്രാർത്ഥനയുണ്ട്. സൗകര്യം ഉണ്ടെങ്കിൽ വരാം, വന്നില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, ആരും ഒന്നും പറയത്തില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വന്നാൽ മതി. പക്ഷെ ഞങ്ങൾ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്. കർത്താവേ, കാറുമായിട്ട് ബൈക്കുമായിട്ട് ഈ ഗേറ്റിൻ്റെ അകത്തോട്ട് കടക്കുമ്പോൾ ആ കാറിൻ്റെ അകത്ത് വെച്ച് തന്നെ ജനങ്ങളോട് ദൈവം ഇടപെടണം, അവരെ തൊടണം, രോഗികളെ സൗഖ്യമാക്കണം. ഹോളിൻ്റെ അകത്ത് കയറിയിട്ടില്ല, ഗേറ്റ് കടക്കുമ്പോൾ തന്നെ ഒരു വിടുതലയക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ മതി. അത് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് പകൽ ഈ ആരാധന ആലയത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ കരം, ആമേൻ ആമേൻ ആമേൻ, ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ കരം ദൈവം നീട്ടുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. 3-ാം അധ്യായത്തിന് 4-5 കൂടെ വായിച്ചു നിർത്താം. വായിച്ചോട്ടെ. 3-4 രാജാവ് ഗിബിയോനിൽ യാഗം കഴിപ്പാൻ പോയി. അത് പ്രധാന പൂജാഗിരിയായിരുന്നു. അവിടുത്തെ യാഗപീഠത്തിന്മേൽ ശലോമോൻ 1000 ഹോമയാഗം അർപ്പിച്ചു. ഗിബിയോനിൽ വെച്ച് യഹോവ രാത്രിയിൽ ശലോമോന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. നിനക്ക് ശ്രദ്ധിക്കണേ, ഞാൻ ഇന്ന് തുടങ്ങി വെക്കുക, ബാക്കി അടുത്ത ആഴ്ച പറയാം. ഒത്തിരി ദൂതുകൾ ദൈവം എനിക്ക് ഇതിനെ തന്നിട്ടുണ്ട്. സഭായോഗങ്ങൾ നിങ്ങൾ ദൈവം ഇത് മിസ് ചെയ്യല്ലേ. ചില ആളുകൾ ഒരാഴ്ച വന്നാൽ പിന്നെ 3 ആഴ്ച കഴിഞ്ഞ് വരുന്നൊരു സ്വഭാവം അവർക്കുണ്ട്. അവരങ്ങനെ ശീലിച്ച് വെച്ചിരിക്കുക. ഈ ആഴ്ച, ഈ മാസം ഒരാഴ്ച പോയി, പ്രൈസ് ദ ലോർഡ്, അതാണ് അവരുടെ സന്തോഷം. ആരാധന മുടക്കരുത് പ്ലീസ്. കണ്ടിന്യൂസ് ആയിട്ടുള്ള മെസ്സേജുകൾ നമ്മൾ കേൾക്കണം. അത് കേട്ടാൽ നിന്നെ ഗുണം പിടിച്ചു പോകും. നിന്നെ ഗുണം പിടിപ്പിക്കാതിരിക്കാൻ സാധാരണ പരിപാടി നടക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ശലോമോനെ രാജ്യഭാരം ഏറ്റപ്പോൾ ചെയ്ത കാര്യങ്ങൾ എന്താണെന്ന് അക്കമിട്ട് പറയാനുണ്ട്. അത് ശലോമോൻ്റെ കാര്യം പറയാനല്ല, നമ്മുടെ കാര്യങ്ങൾ ചേർത്ത് പറയാനാണ്. രാജാവ് ഗിബിയോന് യാഗം കഴിപ്പാൻ പോയി. അത് പ്രധാന പൂജാഗിരിയായിരുന്നു. അവിടുത്തെ യാഗപീഠത്തിന്മേൽ ശലോമോൻ 1000 ഹോമയാഗം അർപ്പിച്ചു. ആദ്യം അവൻ ചെയ്തത് 1000 ഹോമയാഗം അർപ്പിച്ചു. ദൈവം നിന്നെ ഒരു സ്ഥാനത്താക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഹോമയാഗം അർപ്പിക്കണം. മനസ്സിലായോ? നമുക്ക് ഹോമയാഗം അർപ്പിക്കാൻ ആടും മാടും ഇവിടെ കൊണ്ടുവരാൻ ഒക്കത്തില്ല, നമ്മളൊക്കെ നടക്കത്തുമില്ല. അതുകൊണ്ട് ദൈവം പറഞ്ഞിട്ടുമില്ല, പുതിയ നിയമത്തെ തന്നിട്ടേ ഇല്ല. നമ്മുടെ ഹോമയാഗമ സ്തോത്രവും സ്തുതിയുമാണ്. നീ ആരാധനയ്ക്ക് വരുമ്പോൾ ഹോമയാഗം അർപ്പിക്കണം. എത്ര ചില ആളുകൾ വീട്ടിൽ നിന്ന് തീരുമാനിക്കാൻ 3 സ്തോത്രമേ പറയത്തുള്ളൂ. ഒന്ന് വന്നിരിക്കാൻ നേരം സ്തോത്രം, പിന്നെ ഇടയ്ക്ക് നടുവൊന്ന് വെട്ടുമ്പോൾ സ്തോത്രം, പിന്നെ പോകാൻ നേരം സ്തോത്രം, തീർന്നു. എന്നാൽ ചിലർ ഭയങ്കര മെടുക്കലുണ്ട്. കർത്താവേ വന്നിരിക്കുമ്പോഴേ ഞാൻ 1000 കോടി സ്തോത്രം അർപ്പിക്കുന്നു. യേശു ദൈവത്തിൽ നിന്ന് എണ്ണിക്കോണം, എണ്ണിയെടുത്തോണം. ദൈവത്തിന് പണി കൊടുക്കുക, 1000 കോടി ഹോൾസെയിലായിട്ട് കൊടുക്കുക. നിൻ്റെ കള്ളക്കളിപ്പിരി പരിപാടികൾ നിർത്തിവെക്കെ. വരുമ്പോൾ തൊട്ട് പോകുന്നതിന് വരെ മാല കുറക്കുന്ന പോലെ നീ ഒന്ന് സ്തോത്രം പറഞ്ഞ് തുടങ്ങിക്കേ. വെടിക്കെട്ട് പൊട്ടുന്ന പോലെ, മാലപ്പടക്കം പൊട്ടുന്ന പോലെ നീ സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും സ്തോത്രത്തിനും വളരെ പ്രാധാന്യമാണ്. കൈയടിച്ച് സ്തോത്രം പറഞ്ഞ് 2 മിനിറ്റ് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 എന്ന് പറഞ്ഞ് മാലപ്പടക്കത്തിന് തീ പിടിക്കുന്ന പോലെ നീ സ്തോത്രത്തെ ജാഗരിച്ചുകൊണ്ടിരുന്നാൽ നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ എൻ്റെ ദൈവശക്തനാ. ആ ദൈവത്തിന് കരത്തെ കാണാൻ ഇന്ന് പകൽ നീ തയ്യാറാകണം. അങ്ങനെ തയ്യാറാകുമ്പോൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. ദൈവം നിന്നെ ഉയർത്താനുള്ള ഒന്നാമത്തെ പടി ഹോമയാഗം കഴിക്കണം. പ്രസന്ന ദൈവമക്കളോട് ഞാൻ ഇന്ന് പലക്കാലം ആത്മാവിൽ പറയുന്നു, നീ ഗതി പിടിക്കണമെങ്കിൽ, നീ നന്മ പ്രാപിക്കണമെങ്കിൽ വെള്ളയിട്ടോട് വന്നുകൊണ്ട് കാര്യമായില്ല. കഴിക്കാൻ മാത്രം വാതോർന്നിട്ട് കാര്യമില്ല. 24 മണിക്കൂറും നീ സ്തോത്രത്തെ ജാഗരിച്ചോണ്ടിരുന്നാൽ നിനക്ക് വേണ്ടി അത്ഭുതങ്ങളുടെ ഓരങ്ങൾ ദൈവം തുറക്കും. കൈയടിച്ച് ഉറക്കെ സ്തോത്രം പറ. 1000 ഹോമയാഗം.
ഗ്ലോറി 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 ഗ്ലോറി. മക്കളെ, അവിടെ ഒരു ഹോമയാഗം കഴിച്ചെന്ന് എഴുതിയാൽ മതി അല്ലേ? ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി. ഞാനൊരു ഫോർമാലിറ്റിക്ക് വേണ്ടി ഒരു ഹോമയാഗം. ശലോമോന് മനസ്സിലായി ഇതൊരു കുഞ്ഞുകളിയല്ല, ഇതൊരു വാർഡ് മെമ്പർ ആകുന്ന കാര്യമല്ല, ഇത് മുനിസിപ്പൽ ചെയർമാൻ ആകുന്ന കാര്യമല്ല, ഇത് MLA ആകുന്ന കാര്യം, MP ആകുന്ന കാര്യവുമല്ല. ഈ രാജ്യം വഴി എൻ്റെ അപ്പം മിടുമിടുക്കനായി പ്രവർത്തിച്ച ദൈവത്തിന് ആലോചന ലഭിച്ച് സങ്കീർത്തനം എഴുതി പോരാടി നിന്നിട്ടും എന്തെല്ലാം പോരാട്ടത്തിൽ കൂടെ എൻ്റെ അപ്പം കടന്നുപോയി. സിംഹം വന്നു, കരടി വന്നു, കടുവ വന്നു, ശൗല് വന്നു, അബ്ശാലോം വന്നു. അതിനെയൊക്കെ ഓവർകം ചെയ്തു, ചാടിക്കടന്നു. അപ്പൻ ചാടിക്കടന്നത് അപ്പൻ്റെ മിടുക്കൊണ്ടല്ല. ഓരോ പ്രതിസന്ധി വന്നപ്പോഴും അപ്പം പാടി, ഞാൻ എൻ്റെ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിലുമേലിരിക്കും. എൻ മേലമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവന്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മേലമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കല്ലേ. എനിക്ക് നിർത്താൻ തോന്നുന്നില്ല കേട്ടോ. ഹല്ലേലൂയ. ഒന്ന് നോക്കി, ഞാൻ ചില വണ്ടി പഴയ അംബാസഡർക്കാർ ഇവിടെ ചവിട്ടിയാലേ തിരുവല്ല നിൽക്കത്തുള്ളൂ. എത്ര വണ്ടി ഉണ്ടോ? പണ്ടത്തെ വണ്ടി ഇവിടെ ചവിട്ടി തുടങ്ങിയാൽ തിരുവല്ലായി നിൽക്കും. ഇതുപോലെ ഞാൻ ഇവിടെ ചവിട്ടി തുടങ്ങിയാണ്. എനിക്കിത് പൗരുഷിപ്പ് പോകണം, പക്ഷെങ്കിൽ ഇതൊന്നും പറയാതിരിക്കാനൊക്കത്തില്ല. ഇവിടെ എത്രയോ രാജാക്കന്മാർ ഭരിച്ചു അല്ലേ പഴയ നിയമത്തിൽ. ഒറ്റ കുഞ്ഞുങ്ങളെങ്കിലും ഇത്ര സങ്കീർത്തനം എഴുതിയോ? ഞാൻ കഴിഞ്ഞ സമയം സിയോൻ ഗീത അവർ എടുത്തു വെച്ചിട്ട് ഓരോ വരി മുട്ടിച്ചുണ്ടാക്കിയ പാട്ടല്ല, അനുഭവത്തിൽ നിന്ന് പാടിയ പാട്ടുകളാണ്. ശലോമോൻ ജയിച്ചത് എവിടെയെന്നറിയാമോ? ഈ പാട്ടിൻ്റെ അകത്താണ്. ദാവീദ് ജയിച്ചത് എവിടുന്നാണെന്നറിയാമോ? ഈ പാട്ടിൻ്റെ അകത്താണ്. ഓരോ പ്രതിസന്ധി വന്നപ്പോൾ സ്തോത്രം പറഞ്ഞ് അവൻ പാടാൻ തുടങ്ങി. ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധി എന്നുണ്ടെങ്കിൽ ഒരു പാസം തലേ കൈവെക്കണ്ട, ആരോടും പ്രാർത്ഥിക്കാൻ പറയണ്ട. നീ അവിടെ ഇരുന്നൊരു സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ നീ പോലും അറിയാത്തൊരു വിടുതൽ ഇന്ന് നിനക്ക് വേണ്ടി ദൈവം ചെയ്യും. കൈയടിച്ച് ഉറക്കെ സ്തോത്രം പറ. ഓരോ ബല ദല റബ ഖല ദല. Glory, 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 glory. സ്തോത്രം, 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 സ്തോത്രം. ആമേൻ. അടുത്ത ചെയ്തൊന്ന് പറഞ്ഞു വെക്കാമേ, ഒന്ന് ഓങ്ങി വെക്കാം. ബാക്കി അടുത്ത ആഴ്ച പറയാം. വായിച്ച മോളെ. ഗിബിയോനിൽ വെച്ച് യഹോവ രാത്രിയിൽ ശലോമോന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. മതി. സ്തോത്രം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി ആരംഭിക്കുകയാണ്. എങ്ങനെയാ തുടങ്ങുന്നത് അറിയാമോ? ദേവദാസന്മാർ കേട്ടോണേ. എവിടെ തുടങ്ങുന്നത്? സ്വപ്നത്തിൽ. പ്രാർത്ഥിച്ചപ്പോഴല്ല, പറ, ഒന്ന് പറഞ്ഞേ, ഉറക്കെ പറ. ശലോമോന്റെ ജീവിതത്തിൽ ഇന്നലെ രാത്രി ഞാൻ ഈ വചനം ധ്യാനിച്ചങ്ങ് ധൈര്യപ്പെട്ടു കേട്ടോ. നിന്റെ സ്വപ്നത്തിൽ പോലും ഇറങ്ങി വരുന്ന ദൈവസാന്നിധ്യം. വല്ല മനസ്സിലാവുന്നുണ്ടോ? പഴയ നിയമ ഭക്തന്മാർക്ക് സ്വപ്നത്തിൽ ദൈവം ഇടപെട്ടെങ്കിൽ പുതിയ നിയമ ഭക്തന്മാർ അഭിഷേകം പ്രാപിച്ച് അന്യഭാഷ പറയുന്ന നിനക്ക് വേണ്ടി ദൈവം സ്വപ്നത്തിൽ ഇടപെടും കേട്ടോ. അതങ്ങനെ കിടക്കുന്നതിന് മുമ്പായിട്ട് ഫേസ്ബുക്കും വാട്സപ്പും എല്ലാം തപ്പി അതിനകത്ത് നെഗറ്റീവും എല്ലാം അങ്ങോട്ടും കണ്ട് ഇങ്ങോട്ടും കണ്ട് അകം മുഴുവൻ ഇതിനകത്ത് കയറി കിടന്ന് ഉറങ്ങാൻ കിടക്കുമ്പോൾ ആന കുത്താൻ വരുന്നു, പാമ്പ് കടിക്കാൻ വരുന്നു. എൻ്റെ ദൈവമേ, എന്നോട് ഒരാൾ പറഞ്ഞു, എൻ്റെ പാസ്റ്ററെ രാത്രി വലിയ പോരാട്ടം, ഉറക്കം വരുന്നില്ല. ഞാൻ കാരണമൊന്നും ഞാൻ പറയുന്നില്ല. നീ ഹോമയാഗം കഴിച്ചാൽ ഉറങ്ങാൻ കിടന്നാൽ സ്വപ്നം ദൈവം തരും. സ്തോത്രം പറഞ്ഞേ. സ്വപ്നത്തിൻ്റെ കാര്യമൊക്കെ ഇനി അടുത്ത ആഴ്ച കേൾക്കാം. എന്താ സ്വപ്നം വന്നാലോ ഗുണം? സ്വപ്നത്തിൽ ദൈവം എന്തിടപെട്ടു, എന്തൊക്കെ വിടുതലുകളാണ് സ്വപ്നത്തിൽ ദൈവം നടത്തിയത്, നമുക്ക് അതെല്ലാം അടുത്ത ദിവസം കേൾക്കാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത ഞായറാഴ്ച മിസ് ചെയ്യല്ലേ. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം കരുതി വച്ചിരിക്കുന്നു. ഒന്നിരാടം